എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്നെന്റെ മത്സരാർത്ഥിയായി വരുന്നത് അഭിനയ കലയിൽ 3 പതിറ്റാണ്ടിലധികം അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. നാടകത്തിൽ തുടങ്ങി അവസാനം സിനിമയിൽ എത്തി നിൽക്കുമ്പോഴും ചമയങ്ങളില്ലാതെ ഒരുപാട് അനുഭവങ്ങൾ നമ്മോട് പറയാനുണ്ട്. വരികയാണ് പ്രശസ്ത ചലച്ചിത്ര നാടക താരം പൗളി വത്സൻ. തൊട്ടയൽപക്കത്തെ നമ്മൾ കണ്ടുമറക്കാത്തൊരു വീട്ടുകാരിയുടെ പരിചിത മുഖമാണ് സിനിമയിലും ജീവിതത്തിലും പൗളി വത്സനെ വ്യത്യസ്തയാക്കുന്നത്. സിനിമയുടെ നടന ലോകത്തേക്ക് കൊച്ചിയിലെ വൈപ്പിൻ സ്വദേശിനിയായ പൗളി വത്സൻ ചുവടുകൾ വച്ചത് നാടക അരങ്ങുകളുടെ കരുത്തിൽ നിന്നാണ്. 11ാമത്തെ വയസ്സിൽ നാടക നടിയായി ചമയങ്ങൾ അണിഞ്ഞ പൗളി വത്സൻ സിനിമയിലെത്തിയപ്പോൾ കാത്തിരുന്നത് അംഗീകാരങ്ങളുടെയും അവസരങ്ങളുടെയും വസന്തകാലം. മക്കളും കൊച്ചുമകനും ഒത്തുചേരുന്ന ഈ കുടുംബജീവിത നിമിഷങ്ങളിലും പൗളി വത്സന്റെ ആഹ്ലാദം നിറയുന്നുണ്ട്. മലയാള സിനിമയിൽ കൃത്രിമത്വമില്ലാത്ത അഭിനയ ഭാവങ്ങളുമായി സ്വയം അടയാളപ്പെടുത്തുവാനെത്തിയ പൗളി വത്സൻ വരുന്നു ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. നമസ്കാരം പൗളി വത്സൻ. ഹായ് പൗളി വത്സൻ. സല്യൂട്ട്. ഓച്ചന്തുരുത്തുകാരിയാണോ? അതെ. ഇവിടെ ജനിച്ചു ഇവിടെ വളർന്നു അല്ലേ? ആരാണ് വത്സൻ? എന്റെ ഹസ്ബൻഡ്. അതേ ഇപ്പോഴില്ല അല്ലേ? ഓക്കെ. ഈ കൊറോണ കൊണ്ടുപോയി അല്ലേ? ഇന്ന് കൊറോണ ബാധിച്ച ആളല്ലേ? അതെ. എത്ര കാലം കിടന്നു? എനിക്കധികം വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം 2 ദിവസത്തെ പനി ഉണ്ടായുള്ളൂ. പുള്ളിയും അവശത ആയതുകൊണ്ട് നമ്മൾ ഒരു എത്ര ദിവസം കിടന്നു കോവിഡ് ബാധിച്ച്? 10 ദിവസം. 10 ദിവസം കഴിയുമ്പോൾ താങ്കളും കോവിഡ് ബാധിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. 10 ദിവസം പുള്ളിനെ ഐസിയുലാക്കി. പിന്നെ കണ്ടില്ല. കുറെ ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഒരു വീട് എടുത്തിട്ട് മാറിയതായിരുന്നു. അവിടെ നിന്നാണ് പുള്ളിക്ക് സീരിയസ് ആയപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മാറി. പിന്നെ 10 ദിവസം സംസാരിക്കാൻ പറ്റില്ല ഈ 10 ദിവസങ്ങൾ. ഇല്ല, അതിനിടയ്ക്ക് 2 ദിവസം സംസാരിച്ച് ഫോണിൽ കൂടി അവര് നമ്മളെ കാണിച്ചു തന്നായിരുന്നു. അപ്പൊ നന്നായിട്ടാണ് സംസാരിച്ചത്. വീഡിയോ കോള്. അപ്പൊ അവസ്ഥ അപ്പൊ നല്ലൊരു നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സംസാരിച്ച് നമ്മള് വരണ്ട, ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്, താൻ വരണ്ടട്ടാന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും എന്ന് തന്നെ വിചാരിച്ച്. പക്ഷെ കൊറോണ മാറി 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നത്. അങ്ങനെ മരിച്ചു അല്ലേ? 10ാമത്തെ ദിവസം. എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം കടന്നു പോയത്? പുള്ളിക്ക് 65 വയസ്സ്. അത് ഈ നാടകമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരുന്നു. പാട്ടെഴുതും, സംഗീതം ചെയ്യുമായിരുന്നു, നാടക സംവിധാനം ചെയ്യുമായിരുന്നു. പ്രൊഫഷനിലേക്കല്ല എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അമേച്ചറായിട്ട്. അത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ്. 2 പേരും പ്രൊഫഷനിലേക്ക് പോയ പിള്ളേരുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ഇറങ്ങാന്ന് തീരുമാനിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ് ഞാൻ പോയാ മതി. വിപ്ലവ കല്യാണമായിരുന്നു. സമുദായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഹിന്ദു ആയിരുന്നു, താങ്കള് ക്രിസ്ത്യനായിരുന്നു അല്ലേ? തൊട്ടടുത്ത വീടുമായിരുന്നു. ഈ പ്രണയം അങ്ങ് അടുത്ത് തന്നെ വളർത്തി 5 വർഷം. 5 കൊല്ലം. 5 കൊല്ലം. തൊട്ടടുത്ത് വിടുന്ന വിളിച്ച വിളിയേക്കുന്ന അകലത്തിലാണ്. അടുത്തുനിന്ന് ഒരു പാട്ട് പാടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കേൾക്കാം. അയ്യോ. അന്ന് ഏത് പാട്ടാ പാടിയത്? അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. തീർന്നു. അത് നന്നായി. 5 കൊല്ലം പ്രണയിച്ചു. അപ്പൊ വീട്ടുകാര് ഉടക്കി കാണുമല്ലോ. 5 കൊല്ലം ആരും അറിഞ്ഞില്ല. ഇല്ല. 5ാമത്തെ കൊല്ലമാണ് അറിഞ്ഞത്. കെട്ടിയോ? അതോടുകൂടി പിന്നെ ഇറങ്ങിച്ചെന്നു. അല്ലാണ്ട് നിവൃത്തിയിലായിരുന്നു. വീട്ടിൽ പറഞ്ഞോ? വീട്ടിൽ പറഞ്ഞില്ല. വീട്ടുകാരും അറിയാതെ തന്നെ അങ്ങോട്ട് പോയി. അവരുടെ വീട്ടിൽ അറിഞ്ഞോ? അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. കാര്യം ഈ സാമുദായിക വിപ്ലവം ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും വീട്ടുകാർ അംഗീകരിക്കില്ലല്ലോ. അംഗീകരിച്ചില്ല. ഭയങ്കര പ്രശ്നങ്ങളായിട്ട് തന്നെയാണ്. അവിടെ ചെന്നു. എത്രാമത്തെ വയസ്സിലായി വിപ്ലവം? 17 വയസ്സിൽ. 17 വയസ്സിൽ ഇറങ്ങിപ്പോയി. അപ്പോഴും നാടകത്തിൽ സജീവമാണോ? നാടകത്തിൽ സജീവ. ആ സമയത്താണോ 75 വയസ്സുള്ള അമ്മച്ചിയുടെ വേഷം കിട്ടിയത് നാടകത്തില്? 19 വയസ്സിൽ. 19 വയസ്സിൽ 75 കാര്യമായിട്ട് തിലകന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു അല്ലേ? ഓ, അതൊക്കെ സൂപ്പറായി. അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു അന്ന്? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല. നമ്മുടെ അവിടെ ഈ ചീനവല വലി അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാ അതേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. കണ്ടുമുട്ടണേണ്. ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്നിച്ചു നടന്നു. അയലത്തുള്ള ഒരാളിനെ തന്നെ പ്രണയിച്ച് കെട്ടണം, അത് വേറൊരു മതസ്ഥനെ തന്നെ കെട്ടണം എന്നൊക്കെ തീരുമാനിച്ചിറങ്ങിയതാണോ? അതോ സന്ദർഭവശാൽ അങ്ങനെ ഒരു പ്രണയമായതാണ്. എപ്പോഴോ ആയി എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നിച്ച് നടക്കണം, ഒന്നിച്ച് സ്കൂളിൽ പോണ്. നേരെ ഓടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഒളിച്ചോടാൻ നിവൃത്തിയില്ല.
വീട് വരും. വീട് വരെ ഓടി. ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോ വീടായില്ലേ? വീടായി. എത്ര ഉണ്ടായിരുന്നു? അപ്പൊ വീട്ടിന് അവരുടെ വീട്ടിൽ ചെന്നു അല്ലേ? അവരുടെ വീട്ടിൽ ചെന്നു. ചെന്നിട്ട് അപ്പൊ അവരുടെ അമ്മ അരിവാളെടുത്ത് തട്ടിക്കളയാനായിട്ടോ. അപ്പൊ ഞാൻ ചിരിച്ച്. അപ്പൊ അവള് കണ്ടാ ചിരിക്കുന്നത് കണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ തകർത്ത് പിന്നെ വിട്ട്. ഓക്കെ. പിന്നെ അവിടെ താമസിക്കാൻ പറ്റിയോ? പിന്നെ താമസിക്കാതെ നിവൃത്തിയില്ലല്ലോ, വേറെ എങ്കിലും പോകാൻ വഴിയില്ല. അല്ല വീട്ടിലപ്പോ അറിഞ്ഞല്ലോ, തൊട്ടയലത്തല്ലേ? വീട്ടിലറിഞ്ഞിട്ട് അവര് വന്നോ അവിടെ? വന്ന് അപ്പച്ചൻ വന്ന്, അമ്മച്ചി വന്ന്, അനിയത്തി വന്ന് തിരിച്ചു പോരാൻ വിളിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരില്ല, പോയിക്കോന്ന് പറഞ്ഞു. അപ്പച്ചൻ രൂക്ഷമായെന്ന് പറഞ്ഞാല് ഇയാള് പുറത്തേക്ക് ഇറങ്ങിയ തല്ലാനെന്നുള്ള ഒരു അവസ്ഥയിലോട്ടായിരുന്നു അപ്പച്ചൻ. പക്ഷെ തല്ലുമെന്ന് പ്ലാൻ ഇട്ടത് കൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങി പോകുന്നത്. ഒരു പകലൊരു പ്ലാനിങ് ഉണ്ടായി, അവനിട്ട് 2 കൊടുത്താൽ ഇത് ശരിയാവുള്ളന്ന്. അപ്പൊ അത് വേറൊരു കൂട്ടുകാരൻ വഴി ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ പോണെങ്കിൽ ഇപ്പൊ പോകണം, അല്ലെങ്കിൽ മത്സരം തല്ലി കഴിഞ്ഞിട്ട് പോവാം, പിന്നെ അത് നടക്കൂല കേസ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ 2 കൽപ്പിച്ച് അങ്ങോട്ട് പോയി. ഇത്രയും അടിക്കാൻ സ്പീഡുള്ള ആൾക്കാർ വീട്ടിലുള്ള സ്ഥിതിക്ക് ഈ 5 കൊല്ലം എങ്ങനെ ഈ പ്രണയം രഹസ്യമായിട്ട് കൊണ്ടുനടന്നു? അത് നമ്മള് ഞാൻ ഭയങ്കര സോഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. എല്ലാവരും 5 കൊല്ലം അവരെ മണ്ടരാക്കി. 7 മക്കളോ? എത്ര വീട്ടിലുണ്ടായിരുന്നു? 7 മക്കൾ. അതിൽ മൂത്തായിരുന്നു. മൂത്തവള് പോയ വഴി എന്ന് വീട്ടുകാർ പേടിച്ചു കാണും. അല്ല, ഇത്ര അടുത്തൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തപ്പോ മറ്റുള്ള പിള്ളേർക്ക് അത് ഭാവിയിൽ പ്രശ്നമാവില്ല എന്നുള്ള ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നോക്കിയാൽ അത് ശരി തന്നെയല്ല. അപ്പൊ യഥാർത്ഥത്തിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. അതെ. അപ്പൊ ആ ദിവസം തന്നെ ഭയങ്കര പാടായോ? അവിടുത്തെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ഒരു സാമ്പത്തികമുള്ള ഇല്ല. നമ്മുടെ വീട്ടിലും വലിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പച്ചനൊരു അതിലാണ് നമ്മുടെ ഐക്യം അല്ലേ? 2 വീട്ടിലും സാമ്പത്തികമില്ല. അത് മാത്രമല്ല, പുള്ളി നന്നായിട്ട് പാടുമായിരുന്നു. പാട്ടി വീണു പോയതാ. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പാടുന്ന കരിമുകൽ കാട്ടിലെയാണോ പാടുന്നത്? പഴയ പാട്ടല്ലേ? കരിമുകൽ കാട്ടിലൊന്നും പാടില്ല, അയാൾ നല്ല ഹാപ്പി ആയിട്ടുള്ള പാട്ട് പാടും. അതെ, ഓക്കെ. അപ്പൊ അവിടുത്തെ ഒരു അവസ്ഥയുടെ എങ്ങനെയായിരുന്നു? ദൈന്യതയ്ക്ക് നടുവിലാണല്ലോ. അതെ, അവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ മൂത്ത മകനായിരുന്നു അത്. അപ്പൊ അവൻ ഇങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിങ്ങൾ ആരും നോക്കും? അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഒരു സങ്കടവും അരിശവുമാണ് അവര് പ്രകടിപ്പിച്ചത്. പൊരുത്തപ്പെട്ട എത്ര ദിവസം കൊണ്ടാ? പൊരുത്തപ്പെട്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഒരുപാട് കാലം കഷ്ടപ്പെട്ട് വിഷമിക്കേണ്ടി വന്നു. നമ്മുടെ വീട്ടുകാര് പൊരുത്തപ്പെട്ടോ? നമ്മുടെ വീട്ടുകാര് എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു അസുഖം വന്ന് പെട്ടുപോയി. അപ്പൊ പോകും എന്നുള്ള ലക്ഷണമായപ്പോഴേക്കും അയൽവാസികളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൗളിനെ വിളിക്ക് വീട്ടിലേക്ക് ജോണിട്ടാ, ഒരു അത്രയും അവശതയിലാണ് പൗളി എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പച്ചന്റെ മനസ്സ് അലിഞ്ഞു. അപ്പൊ അപ്പച്ചൻ വന്നോളാൻ പറഞ്ഞു. കൊണ്ടുപോകാനൊന്നും വന്നില്ല, എന്നാ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയതാ. ഈ 5 കൊല്ലത്തിനിടയിൽ ഇത് പുറത്തറിഞ്ഞത് എങ്ങനെയാ? അത് നമ്മുടെ ബന്ധത്തിൽ തന്നെ ഒരാൾക്ക് മനസ്സിലായി സംഭവം. മനസ്സിലായി ഇത് അപകടമാണ്. അപ്പൊ അയാൾ അപ്പച്ചനോട് പറഞ്ഞു കൊടുത്തു. അപ്പച്ചന്റെ അനിയന്മാരെല്ലാരും കൂടി കൂടിയിട്ടാണ് അങ്ങനെ തീരുമാനിച്ചു. ഒരു സഭ കൂടി തീരുമാനിച്ചു. അടിച്ചിട്ടുള്ള കാര്യം. അയാൾ അടിച്ചു കഴിഞ്ഞാല് അവരുടെ വീട്ടിൽ അച്ഛനും കൂടി ഇല്ലാത്ത സമയത്ത് ഒരടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരാണെങ്കിൽ ഭയങ്കര ആൾക്കാർ, വലിയ ആൾബലമുണ്ട്. വലിയ ആളുകൾ ചെന്ന് ഒരാളെ അടിക്കുക. 10-22 വയസ്സുള്ളൂ. അപ്പൊ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം നിലനിന്ന് പോകൂല. അപ്പോ ആ ബന്ധം വേണ്ടെന്ന് വെക്കണം. അങ്ങനെ ആയി പോകൂല, വൈരാഗ്യമായി പോലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. പ്രണയകാലത്ത് ഏറ്റവും സുരഭിലമായ നിമിഷം പുള്ളിയായിട്ട് കറങ്ങാനൊക്കെ പോകുമായിരുന്നു? അതോ? പുള്ളിയായിട്ട് കറങ്ങാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ നാടകത്തിന് പോകണല്ല. അപ്പൊ നാടകം കാണാൻ വരുമായിരുന്നു? നാടകം കാണാൻ വരും. അല്ല, നാടകം നമ്മൾ നമ്മുടെ കുടുംബക്കാർ ആ പരിസരം എല്ലാ ആളുകളും, എന്റെ നാടകം എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ നടന്നു വരെയും നാടകം കാണാൻ വരുമായിരുന്നു. അന്ന് കൂടുതൽ അമ്മ വേഷങ്ങളായിരുന്നു. കവിയൂർ പെണ്ണമിച്ചിട്ട് കാര്യം പറഞ്ഞ പോലെ അതെ, അമ്മ വേഷങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ ഒരു പി.ജെ. ട്രൂപ്പിലേക്ക് ചെന്നതിന് ശേഷമാണ് അമ്മ വേഷം ചെയ്യാൻ തുടങ്ങിയത്. അതായത് അവിടെ അമ്മയാണ് ഏറ്റവും നല്ല ക്യാരക്ടർ, നല്ല വേഷം അഭിനയിക്കാൻ സംഭവമുള്ളൂ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ അവർ ചോദിച്ച് വാങ്ങിച്ചാണ് ഓരോന്ന് ചെയ്തിരുന്നത്. എനിക്ക് ആ അമ്മ വേഷം തന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് ഞാൻ അമ്മ വേഷത്തിലേക്ക് ആയത്. നമ്മൾ ഈ നാടകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ആരാ കൂടെ വന്നത്? ഇവിടെ വന്നേക്കുന്നത് എന്റെ മക്കളാ. മൂത്താള്. എന്താ മോന്റെ പേര്? എന്റെ പേര് യേശുദാസ്. നല്ല സൂപ്പർ പേരാണല്ലോ. ഇയാളോ? അന്റോണിയോ ജോൺ ഹാരിഷ്. ഇയാളുടെ ഫാദറിന്റെ പേരെന്താ? യേശുദാസ്. ഓക്കെ. താങ്കൾ? അനിയനാണല്ലേ. എന്താ പേര്? ആദർശ്. അപ്പൊ യേശുദാസും ആദർശും മ്യൂസിഷ്യനാണോ താങ്കൾ? അതെ. ഓക്കെ. അപ്പൊ നമുക്കൊരു 2 പാട്ടൊക്കെ പാടണം. ഓക്കെ, റെഡി?
അപ്പോ വളരെ വിപ്ലവ കല്യാണമൊക്കെ നടത്തി നമ്മൾ നാടകത്തിലേക്ക് പോകുന്നു. എത്രാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി? ഞാൻ സ്കൂളിൽ 11ാമത്തെ വയസ്സിൽ തന്നെ പുറത്തൊരു 2 നാടകം ചെയ്ത്. സ്കൂൾ കുട്ടിയായിരിക്കുമ്പോഴേ നാടകത്തിൽ പോകാൻ പറ്റും? അതെങ്ങനെയാ, പള്ളിക്കൂടത്തിന് അനുവാദം കിട്ടുമോ? അല്ല, അത് അപ്പച്ചനോട് അനുവാദം ചോദിച്ചവര്. അപ്പച്ചൻ നാടകത്തിലുള്ള താല്പര്യം? അപ്പച്ചന് നാടകവും പാട്ടും എല്ലാമായിട്ട് നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. എന്നാലും മകള് പോകുന്ന താല്പര്യമായിരുന്നു? അല്ല, ഇത് ഇത്ര ചെറുപ്പത്തില് ഇതിനൊക്കെ നടന്നാലും ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നിർത്തി. പക്ഷെ സ്കൂളുകളിൽ എല്ലാ നാടകങ്ങളിലും ഞാൻ ചേരും. അങ്ങനെയായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലേക്ക് ആയ സമയത്താണ് പുറത്തുനിന്നുള്ള ആളുകൾ വരാൻ തുടങ്ങി വിളിക്കാൻ. അല്ല, അപ്പൊ ഈ വീട്ടിലെ ദാരിദ്ര്യം ഇതിനൊരു ഒരു ഒരു പ്രേരണയായോ നാടകത്തിൽ അഭിനയിക്കാൻ? നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പച്ചനക്ക് ഈ മത്സ്യത്തൊഴിലാളിയല്ലേ. 6 മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം പണി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജീവിച്ചു പോകാം. ഈ 6 മാസം ജീവിച്ചു പോകാൻ കഷ്ടപ്പെടാം. ഭക്ഷണം കാണുമോ വീട്ടില്? ഭക്ഷണമൊക്കെ 2 ദിവസമൊക്കെ കഞ്ഞി വെക്കണത്. അപ്പൊ അതൊക്കെ 2 ദിവസം കഞ്ഞി വെക്കണത്. പക്ഷെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പൊ ഞാൻ എന്നോട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും മോളെന്ന് ചോദിച്ചു. അപ്പൊ അത് അപ്പൊ ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ, അപ്പച്ചനെ എന്നോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, ഞാനല്ലേ മൂത്തത്. അങ്ങനെ ഒരു മനസ്സിലൊരു വിഷമം തോന്നി. അപ്പൊ ഞാൻ ഓർത്തു, ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അപ്പൊ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ നാടകമാണ്. അപ്പൊ അന്നൊക്കെ നാടകം ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും നാടകവും. അപ്പൊ ഞാൻ ഓർത്ത് നാടകത്തിന് പോവാന്ന്. പക്ഷെ അപ്പച്ചനോട് ചോദിച്ചിട്ട് അപ്പച്ചൻ സമ്മതിക്കണില്ല. സ്ത്രീകൾ നാടകത്തിലൊക്കെ പോകുന്നത് അന്ന് എനിക്കൊന്ന് ഈ പെൺവേഷം ആണുങ്ങൾ കിട്ടുന്ന കാലമാണോ? ആണുങ്ങൾ കിട്ടുന്ന കാലമുണ്ട്, പെണ്ണുങ്ങളും കുറെ പേരൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ പറവൂര് ഒരു കമല ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയൊക്കെയാണ് എന്നെ എന്നെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ അപ്പച്ചനോട് സംസാരിക്കാനും ഒക്കെ വന്നത്. പക്ഷെ അപ്പച്ചൻ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അമ്മായിമാരോട്, അപ്പച്ചന്റെ പെങ്ങന്മാരോട് പറഞ്ഞ്, എനിക്ക് നാടകത്തിന് വേണം അമ്മായി, ഒന്ന് വന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനോട് വന്ന് പറഞ്ഞ്, എടോ അവളുടെ ജീവിതം ചിലപ്പോൾ അതായിരിക്കും, താനങ്ങോട്ട് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനെ അവര് പ്രേരിപ്പിച്ച് പിന്നെ അങ്ങനെ സമ്മതിച്ച് അങ്ങനെ പോയി. തന്നിലൊരു നടി ഒളിഞ്ഞു കിടക്കുന്നു എന്ന് എപ്പോഴാണ് മനസ്സിലായത്? അത് ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരു ചെറിയ പേപ്പർ കിട്ടിയാലും അതിൽ 2 ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടിട്ട് 2 പേരുടെയും പറഞ്ഞു നോക്കണ പരിപാടി ഉണ്ടായി. നാടകം സിനിമ കണ്ടുവന്നാലും അങ്ങനെ പ്രേംസിനും ഷീലയൊക്കെയുള്ള സിനിമ കണ്ടുവന്നാലും പറയണതും നമ്മൾ പറയണത് ഇഷ്ടംപോലെ. എന്ന് പറഞ്ഞാൽ അന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ സിനിമ കാണലെന്ന് പറഞ്ഞാൽ അയൽവാസികൾ എല്ലാരും കൂടെ സെക്കൻഡ് ഷോക്ക് വെക്കാം. പക്ഷേ താങ്കൾ ഈ നസീറും ഷീലയും, നസീറും ജയഭാരതിയും, നസീറും ശാരദയൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഈ റൊമാൻറ്റിക് നാടകങ്ങളല്ലല്ലോ അഭിനയിച്ചൊക്കെ, വേഷങ്ങളൊന്നും ആയിരുന്നില്ല. അമ്മ വേഷത്തിലേക്ക് മാറി. അത് ചേച്ചിയൊക്കെ ചെയ്യുന്ന വേഷത്തിലേക്ക് മാറി. അതെന്താന്നറിയാ, നമുക്ക് ഏതായാലും നായിക വേഷം കിട്ടില്ല. ഇപ്പൊ നായിക വേഷം ചെയ്യുമ്പോ ഈ ലവ് സീനൊക്കെ അഭിനയിക്കണമല്ല, എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാറില്ല, താല്പര്യമില്ല. അപ്പൊ ഞാൻ ഓർക്കെ ഇതിനേലും നല്ലത് മറ്റേ വയസ്സൻ റോളാണ്. അതൊന്നുമില്ല, വത്സൻ ചേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് അഭിനയിച്ചോളാം. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലൊരു സാധനം വന്നു. പിന്നെ നാടകമേ ഉലകം എന്ന് മനസ്സിലായത്. നാടകമേ ഉലകം നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ എങ്ങനെയെങ്കിലും നാടകത്തിന് പോകണം, അത് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു പൗളി വത്സൻ എന്ന് പറയുന്ന ഒരു നാടക ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു, ഒരു പിറവി എടുത്തിരിക്കുന്നു എന്ന് നാടക ലോകത്തിന് തോന്നിയ നാടകത്തിൽ നിന്നാണ്. ഞാൻ ഈ അമച്ചൂർ നാടകങ്ങൾ കളിക്കുമ്പോഴും എനിക്ക് ചില പ്രത്യേക വേഷങ്ങൾ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ നന്നായിട്ട് കോമഡി ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാരും അറിയപ്പെട്ടത്. കോമഡി അന്ന് ഒരു പ്രധാന ഇതാണ്. ആണിലും ഒരാളുണ്ടാവും, പെണ്ണിലും ഒരാൾ കോമഡി ഉണ്ടാവും നാടകങ്ങളിൽ ചെയ്യുമ്പോ. അപ്പൊ അങ്ങനെ കോമഡി ചെയ്താണ് ഞാൻ പെട്ടെന്ന് ഷൈൻ ചെയ്തത്. പിന്നെ ആൻചേന്റെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ നല്ല നല്ല നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആൻചേന്റെ ശിക്ഷണത്തിലായപ്പോ എല്ലാവരും ബിജാനന്റെ അടുത്ത പൗളി, ബിജാനന്റെ അടുത്ത പൗളി എന്നാണ് എന്നെ പറഞ്ഞിട്ട് വെച്ചത്. അതെ, അത്രയും നല്ല നാടകങ്ങൾ ചെയ്യാൻ പറ്റിയ അടിയന്തരാവസ്ഥ കാലത്ത് കാളരാത്രി നാടകമൊക്കെ ആൻചേന്റെ. ആദ്യ നാടകം ഏതായിരുന്നു താങ്കൾ സമ്മതിച്ചേർന്നപ്പോ? ഞാൻ ചെല്ലണ സമയത്ത് വേറെ നാടകങ്ങൾ അവർക്ക് PJ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. പിന്നെ അവിടെ രശ്മി എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്. ആ ക്ലബിലാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോണത്. ആൻചേന്റെ അവിടെ പോണെങ്കിൽ ഡയലോഗ് എല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ അവര് എന്നെ ഡയലോഗ് എല്ലാം പഠിപ്പിച്ച് ഒരു വീട്ടിൽ റിഹേഴ്സലിട്ട് എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫണ്ടമെന്റൽ എന്ന നാടകത്തിനാണ് ഞാൻ ആൻചേന്റെ അവിടെ ആദ്യമായിട്ട് ചെല്ലണത്. സംവിധാനം ഒന്നും ചെയ്യേണ്ടി വന്നില്ല, പറഞ്ഞതുപോലെ തത്തപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റിച്ചില്ലല്ല എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പുള്ളിക്ക്. അത് ചെല്ലണമെന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒരു നാടക നടിയെ അവിടെ വെയിൽ വിളിച്ചു പോയി. ഇവിടുത്തെ ഇത് ട്രീറ്റ്മെന്റിന്റെ ഭയം കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് അവിടെ, ഭയങ്കര കർക്കശക്കാരനാണ്. അപ്പൊ ഡയലോഗ് ഒന്നും തെറ്റാൻ സമ്മതിക്കില്ല, പ്രോമിറ്റ് അത് ഞാൻ ചെയ്തു കൊടുക്കൂല, അക്ഷരങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതൊക്കെ നിർബന്ധമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് മേടിച്ചിട്ട് പിറ്റേ തലേ ദിവസം
സ്ഥലം വിട്ട് അതിന് പകരമാണ് ഞാൻ ചെല്ലണത്. ആ ചെല്ലല് 5 വർഷം പിന്നെ പഠിപ്പിച്ചിട്ടല്ലേ കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ചെയ്തോന്ന് പറഞ്ഞു. നമുക്ക് ഇത് കണ്ട പി ആന്റണി പറഞ്ഞത് രണ്ട് വാക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു അവിടെ. ലാസ്റ്റത്തെ നാടകം വിജയനയുടെ ഒപ്പം തന്നെ കളിച്ചായിരുന്നു. പാപികൾ എന്ന് പറഞ്ഞൊരു നാടകം. പാപികൾ ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുകുമാരൻ അവിടെ വന്നിട്ട് ആശാൻ മദ്രാസിലേക്ക് വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോണത്, നമ്മുടെ സുകുമാരൻ. അപ്പൊ അന്ന് അങ്ങനെ ഒരു സിനിമാ നടനെ കാണുന്നതാണ്. അപ്പൊ ആ സമയത്ത് ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ അവിടെ വെച്ച് മരിച്ച്. നിർമ്മാല്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാണോ അതോ? അല്ല, നിർമ്മാല്യം ഞാൻ ചെല്ലുമ്പോൾ നിർമ്മാല്യത്തിന് അവാർഡ് കിട്ടി, ഭരത് അവാർഡ് കിട്ടിയേക്കണം. ആ സമയത്ത് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് ആ സമയത്താണ് ചെല്ലണത്. പിന്നെ പ്രിയമുള്ള സോഫിയ എന്നും പറഞ്ഞിരുന്ന സിനിമ വന്ന അതിന്റെ ഇടയ്ക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആൻചേട്ടൻ നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ആദ്യം പറഞ്ഞത് ഇന്നലെ ഞാനൊരു സിനിമ കണ്ടായിരുന്നു ആൻചേട്ടൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെക്കാനുള്ള കാര്യം തന്നെ ആദ്യം എഴുതിയ ആളാ. അതെ, എല്ലാ ഒരു പരാജയപ്പെട്ട ആരാലും അംഗീകരിക്കപ്പെടാത്ത അനാഥനായ ഒരാൾ ഈ കല്ലറയിൽ ഉണ്ട് എന്ന് എഴുതി വെച്ച ആളാണല്ലോ. അപ്പൊ പി ജെ ആന്റണി ഒരു കർക്കശക്കാരനായ നാടക പ്രവർത്തകനായിരുന്നു. ആദ്യം മുതൽ അന്തം വരെ നാടകമായിരുന്നു അല്ലേ. അപ്പൊ ഈ താങ്കളുടെ അഭിനയ ജീവിതത്തിലെ താങ്കൾക്ക് ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്ന ക്യാരക്ടർ എന്തുവായിരുന്നു? സോഷ്യലിസം നാടകം, ഇംഗ്ലാവിന്റെ മക്കള് നാടകം, ആൻസറിന്റെ അതൊക്കെ ഭയങ്കര നാടകങ്ങളായിരുന്നു. അത് പറഞ്ഞാല് കമലചേച്ചിയാണ് അത് ചെയ്തിരുന്നത് വെച്ചത്. ഒരു ദിവസം കമലചേച്ചി PJ തിയേറ്റേഴ്സിൽ അന്ന് കമലചേച്ചി ഉണ്ട്. അപ്പൊ ഇവര് പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോ നമുക്ക് ഇവരുടെ കൂടെ വരാൻ പറ്റിയില്ല. അന്ന് ഡേറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഇവര് തപ്പണേ ഓരോ ആളുകളാ. അപ്പൊ ഞാൻ ഈ ഡയലോഗ് എല്ലാം പഠിച്ചു വെച്ചേക്കണായിരുന്നു. അപ്പൊ അതിലൊരാളോട് ഞാൻ പറഞ്ഞേ ഈ കമൽ ചേച്ചിയുടെ റോള് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നെ അപ്പൊ ഞാൻ ചെറുതാ, ഒരു പ്രായമുള്ള സ്ത്രീയാണ് ആ റോള് ചെയ്യാൻ വന്നേക്കണം. അവർക്ക് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ റോള് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ റോള് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റിയെടുത്ത്. കണ്ണൂരായിരുന്നു അത്. പ്രായമായി ഭയങ്കര പ്രായമുള്ളൊരു അമ്മ, മുത്തശ്ശിയല്ല, പിന്നെ ഒരു തട്ടുപൊളിപ്പനമ്മ, അടിപൊളി അമ്മ. അത് തന്നെ. കാസറി. പിന്നെ ഇംഗ്ലാവിന്റെ മക്കൾ നാടകം കളിക്കാൻ വേറെ ആരും വിളിച്ചിട്ടില്ല. ഇംഗ്ലാവിന്റെ മക്കൾ പ്രശസ്തമായ നാടകം. അതിൽ വേഷമായിരുന്നു അത്? ഇംഗ്ലാവിന്റെ മക്കളില് 3 മക്കളുടെ അമ്മയായിട്ട്. ഓക്കെ, നല്ല വേഷമായിരുന്നു അല്ലേ? അസല് വേഷം. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കപ്പെട്ടു ഒരു നാടക നടിയുടെ എല്ലാ ഡയലോഗുകളും നമുക്ക് തന്നേക്കണ റോളുകൾ എല്ലായിടത്തും നാടകത്തിലും ബെസ്റ്റ് റോളുകൾ. മമ്മൂക്കയുടെ പെങ്ങളായിട്ട് ഒരു നാടകം സബർമതി. നാടകത്തിലേക്ക് വന്നു. അത് മമ്മൂക്ക നാടകത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. നാടകം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഇവര് നാടകം കളിക്കണേ. അപ്പൊ കുറെ ആളുകൾ ഓച്ചന്തിരുത്തുകാരുണ്ട്. അതിൽ ആന്റണി പാലക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രധാന ആളായിട്ട് മമ്മൂക്ക, പുള്ളി മരിച്ചുപോയി, മരണം വരെയും പുള്ളിയുടെ ഉസ്താദായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാലക്കലാണ് അന്ന് അവിടെ ഈ സംവിധാനം ചെയ്യുന്ന ആള്. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആള് പാലക്കലാണ്, ആന്റണി പാലക്കലാണ്. അപ്പൊ മമ്മൂക്ക വൈപ്പിങ്ങരെ തന്നെ ഉണ്ടാവും എപ്പോഴും. YFA എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായി. ആ ക്ലബിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ നാടകം പഠിക്കണത്. അപ്പൊ ഒരു റോള് മമ്മൂക്കൊക്കെ കൊടുത്ത്. അപ്പൊ നമ്മളന്ന് മമ്മൂക്കിനൊന്നും ശ്രദ്ധിക്കില്ല, കാരണം നമ്മുടെ വേഷം ചെയ്ത് പിന്നെ ആൻചേട്ടൻ പറയണ ഈ പാലക്കൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഭിനയിച്ച് പോരുന്നു. മമ്മൂക്കൊക്കെ എൻ്റെ അച്ഛൻ എവിടെയോ ഒളിവിൽ താമസിക്കും ഈ സമരകാലത്ത്. അവിടെ വെച്ചൊരു പെണ്ണിന് ഒരു കൊച്ചുണ്ടാകുന്നതാണ് ഞാൻ. പക്ഷെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവരൊക്കെ അമ്മയും അച്ഛനും ഒരു മുത്തശ്ശനാണ് വളർത്തുന്നത്. ആ സമയത്ത് മമ്മൂക്ക അവിടെ അന്വേഷിച്ച് വരികയും എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു സീനായിരുന്നു. ഓക്കെ, ഈ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാടക പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പഠിക്കും തന്നെ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ഈ ആദ്യം തന്നെ ഒരു കടക്കാരിയുടെ വേഷം കിട്ടിയെന്ന് പറഞ്ഞു ഒറിജിനൽ ജീവിതത്തില്. കുട്ടികളോട് 5 വയസ്സ് വെച്ച് പിരിച്ച് സ്കൂളിൽ പഠിക്കുമ്പോ ഏത് ക്ലാസ്സിലായിരുന്നു 8ാം ക്ലാസ് ഈ പിരിവ് നടത്തിയത്? 10ാം ക്ലാസ് പഠിക്കുമ്പോ. 10ാം ക്ലാസ് പഠിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് അന്ന് ഒട്ടും ഒരു നിവൃത്തിയില്ലാത്തൊരു സമയമാണ്. ഈ ജൂൺ ജൂലൈ മാസമൊക്കെ മഴയല്ലേ, പണിയില്ല. അപ്പൊ വീട്ടില് ചെറിയ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതെ അതെ. വർഷത്തെ പറ്റി വഞ്ചിക്ക് പോകുമായിരുന്നു. കുടുംബം നോക്കാത്ത ആളായിട്ടല്ല. എനിക്ക് കുറച്ചൊക്കെ തുഴഞ്ഞു പോകാൻ അറിയാം. അതെ, ഒരു സിനിമ ഞാൻ ചെയ്ത് അങ്ങനെ വഞ്ചി തുഴഞ്ഞ് അപ്പുറത്ത് കരയിൽ കൊണ്ട് ആളെ ഇറക്കിയിട്ട് ഇപ്പുറത്തെ കരയിലേക്ക് വന്നത്. അത് വന്നില്ല. ഒരു രാത്രി എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പൊ ഞാൻ ഈ ₹1.82 മതി ഒരു യൂണിറ്റ് ആയിരിക്കും. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 നാഴി അരി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ 7 പേർക്കും അപ്പനും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും അതില്.
അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ മേടിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. എല്ലാവരോടും ബസ്സിന് പോകാൻ 5 പൈസ, അന്ന് 5 പൈസയാണ് ബസ്സിന്. 10 പൈസ ഉണ്ടെങ്കിൽ 2 സ്ഥലത്തേക്കും പോവാം. നടന്നു പോയിട്ട് ഈ 5 പൈസ ശേഖരിക്കും. അങ്ങനെ ഈ എൻ്റെ കൂടുതൽ പരിചയമുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഈ നാടകം കോമാളിത്തരമൊക്കെ കാണിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ 5 പൈസയൊക്കെ മേടിക്കും. 1 രൂപ 82 പൈസ, അതായത് 85 പൈസ ആയിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിർത്തും. എന്നിട്ട് ഇതെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇന്ന വെച്ച് 5 അങ്ങനെ ഓരോരുത്തരുടെ പേരിട്ട് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ അപ്പൊ എത്ര കടം വന്നു? 25 രൂപ കടം വന്നു. 25 രൂപ കടം വന്നു. 25 രൂപ വലിയ സംഭവമല്ലേ? പിന്നില്ലേ. അപ്പൊ ഈ പൈസ കൊണ്ടൊന്ന് വേഗം വൈകുന്നേരം അമ്മാമ്മച്ചെടുത്ത് കൊടുക്കും. ഒറ്റ ഓട്ടം ഓടി ഇവിടെ വന്ന് ഇത് കൊടുത്തിട്ട് പോയി അരി മേടിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മ മേടിച്ചിട്ടൊന്ന് കഞ്ഞി വെച്ച് അങ്ങനെ കുറെ ദിവസമായിട്ട് 25 രൂപ കടമായി. 25 രൂപ കടത്തിനാണ് ഞാൻ ആദ്യം നാടകത്തിന് ഇറങ്ങണം. ഈ കടം തീർക്കാൻ, അതായത് സ്കൂള് അടക്കാറേ. അപ്പൊ ഈ കടം വീട്ടണ്ടേ. അങ്ങനെയാണ് 25 രൂപ കടത്തിന് നാടകത്തിന് ഇറങ്ങണം. SLC പഠിക്കുമ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്ത് 5 രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു. അപ്പൊ ഈ നാടകം കളിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. കാരണം അപ്പച്ചനെ അന്വേഷിച്ച് വന്നാൽ ഇത് അപ്പൊ സ്റ്റോപ്പായി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇവരോർത്ത് എനിക്ക് നാടകത്തിന് കാശ് വേണ്ടെന്ന് പറഞ്ഞു. ആ 25 രൂപ എനിക്ക് തന്നില്ല. കിട്ടിയില്ല. അങ്ങനെയാണ് ആദ്യത്തെ നാടകം. കടം ബാക്കി കിടന്നു. പിന്നെ ഞാൻ ഉടനെ വേറെ ആൾക്കാർ പടവടാന്ന് പറഞ്ഞ് വന്ന്. അപ്പൊ ഈ അപ്പച്ചനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിച്ചത്? പിന്നെ അപ്പച്ചന് താല്പര്യമായിരുന്നല്ലോ. അപ്പച്ചന് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അമ്മായിമാര് വന്നാണ് അപ്പച്ചനെ സമ്മതിപ്പിച്ചത്. നാടകം കണ്ടു കഴിഞ്ഞപ്പോ ഓരോ നാടകങ്ങളൊക്കെ കളിക്കണോടത്തൊക്കെ ഇവര് വരാൻ തുടങ്ങിയപ്പോ അപ്പച്ചന് സന്തോഷമായി. പിന്നെ വലിയ പൊങ്ങച്ചോയി എന്റെ മോളുടെ നാടകം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പോയി കണ്ടു എന്ന കാര്യത്തിൽ അഭിമാനമായിരുന്നു അല്ലേ? അങ്ങനെ അപ്പൊ ഈ നാടകം കളിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒക്കെ ഒരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഈ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോകണം, കാണുമല്ലോ? അതെ, അമ്മമാരുണ്ടാവും കൂടെ. അമ്മമാര്, ചേച്ചിമാര് അല്ലെങ്കിൽ ആങ്ങളമാരൊക്കെ ഉണ്ടാവില്ല. എനിക്ക് ഒറ്റക്കാണ് ഞാൻ പോയിരുന്ന വെച്ചാൽ. കൂട്ടൊന്നും ആരും ഉണ്ടായില്ല. പാന്റ് ഷർട്ട് ഒന്നും ഇട്ടില്ല. ഞാൻ പാവടെ നമ്മള് സുഹൃത്തിട്ട് നടക്കണം. പാവടെ നമ്മള് സുഹൃത്തുണ്ട് തന്നെ പോവും. പക്ഷെ എന്റെ കയ്യിൽ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. അത്യാവശ്യം മലപ്പുറം കത്തി, പിന്നെ ഒരു ടോർച്ച്, ഒരു ബ്ലേഡ്, ഒരു മെഴുകുതിരി, ഒരു തീപ്പെട്ടി. ഇത്ര സാധനങ്ങൾ. മുളകൊടിയില്ല. അതിക്രമങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കണില്ലല്ലോ. വന്നാൽ ബ്ലേഡ് ഉണ്ട്. അപ്പൊ ഉപയോഗിക്കേണ്ടി വന്നോ? ഇതിന്റെ മൂർച്ച എത്ര ഉണ്ടെന്ന് അറിയാൻ ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പൊ ഈ കറണ്ട് പോയെന്ന് വിചാരിച്ചോ പെട്ടെന്ന്. അപ്പൊ തന്നെ ഞാൻ തീപ്പെട്ടി വരച്ചിരിക്കും. അപ്പൊ തിരി എത്തിച്ച് വെട്ടോയി. ഈ നാടകം എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ എല്ലാരും പണിയും കഴിഞ്ഞ് വന്നിട്ടൊക്കെ റിഹേഴ്സൽ തുടങ്ങുള്ളൂ. 10 പാതിരക്കാണ് ഈ ഭയങ്കര അഭിനയം. അപ്പൊ ആ സമയത്ത് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോട് വയ്ക്കാനാണ്. പക്ഷെ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം മനസ്സിലായി നമ്മള് അങ്ങനത്തെ ഒരു തരക്കാരിയല്ല, അതിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ കൈകാര്യം വന്നിട്ടില്ല. വേണ്ടി വന്ന് അടിക്കും, അത് വേറെ കാര്യം. കരാട്ടെ, ജൂഡോ, ഗുസ്തി ഇതൊന്നും പഠിച്ചിട്ടൊന്നും വേണ്ട. വേറെ സാധനം കൊടുത്താൽ മതി. അതൊക്കെ നമുക്കറിയാം. അടിച്ച് തറയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കുട്ടേട്ടനെ പരിചയപ്പെടുത്തിയേക്കാം. ഇതാണ് കുട്ടേട്ടൻ. ജൂഡോ ഒക്കെ അറിയാം. ഓക്കെ കുട്ടേട്ടാ, നമസ്കാരം. പൗളി വത്സൻ, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? സുഖമാണ് കുട്ടേട്ടാ. താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ അന്വേഷിച്ച സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ താങ്കൾ പോയി. അതിൽ മേക്കപ്പ് ചെയ്യാൻ വന്ന മേക്കപ്പ് മാന് താങ്കൾ എന്തോ ഒരു പാനീയം കൊടുത്തതായി കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? അത് പറയാൻ കുട്ടേട്ടാ. അതെന്തായിരുന്നു അത്? മേക്കപ്പ് മാന് കൊടുത്തത് അത് ഞങ്ങള് അല്ലല്ല 4 ആണും 1 പെണ്ണുള്ള നാടകമാണ് കളിക്കണത്. യുവജനോത്സവത്തിന് മത്സരത്തിന് പോകാൻ വേണ്ടി പഠിക്കണേ. കളിച്ച് അതിന് ഞങ്ങൾക്ക് നടനും നടിക്കും ഞങ്ങൾ തന്നെ വാങ്ങിച്ച്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ ഹൈസ്കൂളിൽ ആൺപിള്ളേര് മാത്രമാണ് പ്രൈസ് മേടിക്കണം. പെണ്ണുങ്ങൾ ആരും ഒന്നിനും മുതിരണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഈ പ്രാവശ്യം നമുക്കത് കടത്തി വെട്ടണം. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ചെയ്ത നാടകം, ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്ന നാടകം അവിടെ കൊണ്ടുപോയി ഇവരെയൊക്കെ കൂടി പഠിപ്പിച്ചിട്ട് നമ്മൾ ഈ നാടകം ചെയ്ത്. നാടകം ചെയ്യുന്നപ്പോൾ 4 പേരെ മേക്കപ്പ് ചെയ്യണ്ടേ. മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ വിചാരിച്ചാലും ആണാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് പരിചയമുള്ള, അതായത് ഞാൻ 11 വയസ്സിൽ പോയി അഭിനയിച്ച അതിലൊരാൾ മേക്കപ്പ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു അതെൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരാൾ നമുക്കുണ്ട്, നമുക്ക് അയാളെ പോയി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി വിളിച്ചപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞു, മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേര് ആണുങ്ങളുണ്ട്, അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് വന്ന് നാടകം കഴിഞ്ഞപ്പോഴേക്കും, അപ്പം നാടകത്തിൻ്റെ ഫൈനലായപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇയാൾക്ക് എന്ത് കൊടുക്കും നമ്മളെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയും എന്ത് കൊടുക്കും, നമുക്ക് പൈസ കൊടുത്താൽ മതി. ഞാൻ പൈസ കൊടുത്താൽ അയാൾ മേടിക്കില്ല, പിന്നെ എന്ത് കൊടുക്കും? അപ്പം ഞാൻ പറഞ്ഞു
നമുക്ക് ചാരായം മേടിച്ചു കൊടുത്താലോന്ന് ചോദിച്ചു. അയ്യോ അപ്പൊ അവിടെ എഴുതും സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. ചാരായം അതെങ്ങനെ കിട്ടൂടി എന്ന് പറഞ്ഞു. ഞാൻ പറയും അതൊക്കെ ഒപ്പിക്കാം, നീ അത് ചെയ്താൽ പോരെന്ന് ചോദിച്ചു. അന്ന് അങ്ങനെ മതി എന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് വെള്ളിയാഴ്ച ഉച്ചക്ക് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായി രേണുക, മരിച്ചു പോയി ഇപ്പൊ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെട്ടിക്കാട് പോയി. ചെട്ടിക്കാട് എന്ന് പറഞ്ഞാൽ ഗോതുരത്ത് അടുത്തുള്ള. അപ്പൊ അവിടെയൊക്കെ അന്ന് വാറ്റുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ അമ്മായിനെ ചെട്ടിക്കാട് കെട്ടിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഉച്ചക്ക് ചോറ് നിന്ന് എന്നിട്ട് നമ്മുടെ അമ്മായി ഞങ്ങൾ വന്നേതാന്നറിയാമോ സ്കൂളിൽ നിന്ന്, ഞങ്ങൾക്ക് അരക്കുപ്പി ചാരായം മേടിച്ച് എന്നോട്ടാന്ന് പറയും. ചാരായം ഇത് എന്തിനാടി എന്ന് ചോദിച്ചാൽ പറയും ആ മേക്കപ്പുകാരന് കൊടുക്കാൻ വേണ്ടിയാണ്, അത് വേറെ എന്ത് കൊടുത്താലും അയാൾ മേടിക്കൂല, കാശ് കൊടുത്താൽ മേടിക്കൂല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി അപ്പൊ ചാരായം വാറ്റാണ് ചൂടോട് വീണ സ്ഥലത്ത് ഇങ്ങനെ കുപ്പി കാണിച്ച് അമ്മായി നിറച്ചു തന്നു. അപ്പൊ എങ്ങനെ കൊണ്ടുപോകും ഇത് വണ്ടി കയറി, വല്ലപ്പോഴും ഒരു ബസ്സുള്ളു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ട് എൻ്റെ പാവാരുടെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരികെ വെച്ച് കുപ്പി, എന്നിട്ട് അന്ന് ചില്ലു കുപ്പിയാ, മറ്റേ പ്ലാസ്റ്റിക് കുപ്പി ഇല്ലല്ലോ. അപ്പൊ വരുമ്പോഴും ഓരോ പാലം കിടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് താഴത്ത് വീണാൻ പോയില്ലേ, അങ്ങനെ കുപ്പി ഓട്ടി പോകും. പുള്ളി കൂടെ എന്ന് പറഞ്ഞപ്പോ പുള്ളി ഞെട്ടിപ്പിത് എന്താണ് ഈ കാണണേന്ന് പറഞ്ഞെങ്കിൽ ഇവിടുന്ന് വല്ല പോലീസ് പിടിക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഞങ്ങൾക്ക് പരിചയമുള്ള സ്ഥലത്തുണ്ടോ മേടിച്ചിട്ട് കൊടുത്തു. ഇതുപോലുള്ള കിസ്മത്ത് പണികൾ വേറെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമുക്കിനി മത്സരത്തിന്റെ കാര്യത്തിലേക്ക് ഒന്ന് കടന്നാലോ. നമ്മൾ ആ സിനിമയിലേക്കുള്ള എൻട്രി ഒക്കെ നമുക്ക് കുറെ എല്ലാം കൂടെ ഇപ്പൊ എത്ര 70 സിനിമകൾ അഭിനയിച്ചു, അതോ 90 സിനിമയായി അല്ലേ? അപ്പൊ മാത്രമല്ല കുറെ പുരസ്കാരങ്ങളൊക്കെ വീട്ടിൽ വന്ന് അലമാരി കയറിയിട്ടുണ്ടല്ലോ അല്ലെ? സ്റ്റേറ്റ് അവാർഡ് 2 വന്നു, പിന്നെ പുരസ്കാരം കിട്ടി, വിജയാനന്ദി പുരസ്കാരവും കിട്ടി. വലിയൊരു സന്തോഷമല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ളൊരു? അതെ 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 അതെ, അത് ഈ വർഷത്തെ എനിക്കാ തന്നത് തൃശ്ശൂർ വെച്ച്. ഓക്കെ, വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് നമുക്ക് 1 കോടി അടിച്ചോണ്ട് പോണ്ടേ? തീരുമാനിച്ചിറങ്ങിയത് 1 കോടി തകർക്കോ? 1 കോടി ആണോന്നില്ലായിരുന്നു എനിക്ക്, എനിക്കൊരു 1/2 കോടി കിട്ടിയാൽ മതി. 1/2 കോടിക്കുള്ള ആവശ്യം ഇപ്പൊ ഉള്ളൂ. അല്ല, അടുത്ത മാസം വേറെ ആവശ്യം വന്നപ്പോ വേറെ 1 കോടി ഇല്ലല്ലോ. വീണ്ടും 1 കോടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മത്സരത്തിന് വേറെ മത്സരങ്ങളൊക്കെ ഉണ്ടാവില്ല എവിടെയെങ്കിലും. എവിടെയെങ്കിലും പോയി ബാക്കി 1/2 കോടി ഒപ്പിക്കാന്നല്ലേ? 1/2 കുപ്പി വേണ്ട ഒപ്പിച്ചാളല്ലേ? അപ്പൊ 1/2 കോടിയുടെ സ്കോപ്പ് ഒപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ടുണ്ടോ ഈ പരിപാടി? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് ഇരുന്ന് ഫുള്ളൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. അത് കുഴപ്പമില്ല, അതൊരു നല്ലതാ. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ മത്സരിക്കുന്ന എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് 10 ചോദ്യങ്ങൾ വഴി 1 കോടി അടിച്ചു മാറ്റാം. അതല്ലെങ്കിൽ 20 ചോദ്യങ്ങൾ വഴി 1 കോടി അടിച്ചു മാറ്റാം. അപ്പൊ എങ്ങനെ പോണോ, എവിടെ അടിച്ചു മാറ്റും? എനിക്ക് 20 കോടി 20 കോടി പറ്റത്തില്ല, 20 ചോദ്യങ്ങൾ. ഓക്കെ ഓക്കെ, റെഡി. ആകെ 1 കോടി നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 റുപ്പീസ്. മോർണിംഗ്. ഏത് ജീവിയുടെ വാലിലെ രോമം കൊണ്ടുണ്ടാക്കിയ മോതിരം അണിഞ്ഞാൽ കുട്ടികൾ ദുസ്വപ്നം കാണില്ലെന്നാണ് കേരളത്തിൽ പൊതുവെ വിശ്വസിക്കുന്നത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി കുതിര, ഓപ്ഷൻ ഡി കടുവ. ആന. ഉറപ്പാണോ? ഉറപ്പാണ്. ആനവാൽ മോതിരം. അങ്ങനെ തന്നെയാണോ? ഓപ്ഷൻ എ പൂട്ടിയേക്കട്ടോ? ഇനി ഒന്നും നോക്കാനില്ലല്ലോ. 10,000 രൂപയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആന ഉത്തരം ശരിയാണ്. 10,000 രൂപ കൈ കിട്ടി. അതിന്റെ ഒരു ടെൻഷൻ പോവല്ലോ അല്ലേ? ഇപ്പൊ പൈസ ഇപ്പൊ കുറച്ച് കിട്ടിയാൽ ഇപ്പൊ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കാം? ഈ 1/2 കോടിയുടെ ആവശ്യം എന്തായിരുന്നു? അത് പറഞ്ഞില്ലല്ലോ. 1/2 കോടി എന്ന് പറഞ്ഞപ്പോ കുറച്ച് ദിവസമായിട്ട് സിനിമ കുറവാ. അതെന്താ? സിനിമ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? സിനിമ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്താ കുറഞ്ഞത്? ഈ പ്രൊഡ്യൂസർമാരെല്ലാം പണി നിർത്തിയാ? പ്രൊഡ്യൂസർമാര് പണി നിർത്തിയിട്ടില്ല. പ്രൊഡ്യൂസർമാര് നമ്മളെയൊക്കെ ഇങ്ങനെ തഴഞ്ഞിട്ടേ ഈ നാടകക്കാരെല്ലാരും വിളിച്ചു കൂട്ടണല്ലേ. അപ്പൊ നമ്മ പഴയ നാടകമില്ലേ, പഴയ നടിയുമായില്ലേ ഇപ്പൊ. അപ്പൊ നമുക്ക് ഒരു റോൾ ഇത്തിരി കുറവാ. അപ്പൊ അതുകൊണ്ട് മിക്കവരും വിളിക്കണില്ല. പിന്നെ അത്യാവശ്യം വേണ്ടവര് നമ്മളെ വിളിക്കും, ഉറപ്പാ. അപ്പൊ ഇനി നാടകത്തിലേക്ക് മടങ്ങും? അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. നമ്മ പിടിച്ചു നിൽക്കും. നമുക്ക് വേണ്ടിയുള്ള സിനിമയും വരുമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ സിനിമ പിടിക്കുവോ? ഇല്ലെങ്കിൽ ഇപ്പൊ സിനിമ അഥവാ പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സിനിമ പിടിക്കുവോ? അതില്ല. അതിലും നല്ല നാടകത്തിൽ പോകുന്നല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല അല്ലേ? മണ്ടത്തരത്തിലേക്ക് പോകില്ല. മാത്രല്ല സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോ? ഇപ്പൊ സ്വന്തമായിട്ട് വീടുണ്ട്. അത്യാവശ്യം വീടൊക്കെ വിറ്റൊക്കെ വെക്കേണ്ടി വരും. പ്രൊഡ്യൂസർ ആകണം പരിപാടി, സിനിമ എടുക്കണ പരിപാടിയില്ല നമ്മുടെ. അല്ല, ഇത് കേട്ടാ ചാടി ഡയറക്ടേഴ്സ് വീട്ടിൽ വരും. അവർക്കും പണിയില്ലാത്ത അവസ്ഥ. പ്രൊഡ്യൂസർമാരാണ് ഇപ്പൊ ഇവിടെ ഇല്ലാത്തത്. കേരളത്തിൽ ഇപ്പൊ ഏറ്റവും എടുക്കാൻ എളുപ്പമുള്ള ഒരു സാധനം സിനിമയാണ്. ഏറ്റവും പൊട്ടിപ്പാൻ എളുപ്പം സിനിമയാണ് അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 20,000 രൂപയുടെ ചോദ്യം. മോർണിംഗ്. അപ്പൊ നമ്മള് താങ്കള് അത്യാവശ്യം പാട്ടൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ നോക്കിക്കോളൂ, ഒരു പാട്ട് വരാൻ പോകുന്നു.
അപ്പൊ ഇനി ചോദ്യത്തിലേക്ക് വരാലോ. ഓ കണ്ടിട്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ അല്ലേ? ഓ ഓക്കെ ഒരു നാടകം നടന്നിട്ടില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഏത് ജില്ലയുടെ പേരാണ് മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ഈ ഗാനത്തിലുള്ളത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി തൃശൂർ. ഇടുക്കി. ഉറപ്പാണോ? ലോക്ക് ചെയ്തേ കേട്ടോ. ഒന്നും നോക്കാനില്ലല്ലോ. തെറ്റാനുള്ള സാധ്യത കൂടുതലാണോ? ഇല്ല. ഓപ്ഷൻ ബി ഇടുക്കി പൂട്ടി. തുറക്കുമ്പോൾ 20,000 രൂപയുടെ കറൻസികൾ അന്തരീക്ഷത്തിൽ കിടന്ന് പറക്കുന്നു. ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപയായി. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈ പ്രണയകാലത്ത് തന്നെ കല്യാണ ആലോചനകളും വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ സ്വന്തം കല്യാണം സ്വന്തമായിട്ട് മുടക്കിയ ഒരു ചരിത്രം നമുക്കുണ്ടെന്ന് പറഞ്ഞു. ചെറിയ കാര്യമല്ല. ഇത് ഈ പ്രേമം മുറുകിയപ്പോ വീട്ടിൽ നിന്ന് കല്യാണാലോചന വന്ന് മുറുകിന്നുള്ള വീട്ടിൽ മനസ്സിലായോ? അല്ല, ഈ പുള്ളിക്കറിയാൻ പാടില്ല, വീട്ടിലാക്കുവാ. അപ്പൊ നേരത്തെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹം. അതെ അതെ. എന്താന്ന് പറഞ്ഞാല് ഈ പ്രാരാബ്ദങ്ങളാണല്ലോ, 5 പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് അപ്പച്ചൻ എന്നെ കെട്ടിച്ചുവിടാന്നുള്ള പ്ലാനില് ഒരു ആളെ കൊണ്ടുവന്നെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കല്യാണത്തിന് ഇപ്പൊ എനിക്ക് താല്പര്യം ഇല്ല, പിന്നെ നിങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് അവിടെ പ്രവേശം നിന്ന് മണവാളം വന്നിട്ടില്ല. ഞാൻ പ്രവേശത്തൂടെ ഇറങ്ങി ഓടി. എന്നിട്ട് അപ്പുറത്ത് കുറച്ച് വഴിയിൽ കപ്പേളയുണ്ട്, അവിടെ പോയി നിന്ന് വഴിയിൽ നിന്ന്. അപ്പൊ അവര് വേടാ വന്നിട്ട് ജോണേട്ടന്റെ വീട് ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജോണേട്ടന്റെ വീടാണ് ചോദിക്കണത്. എന്താ കാര്യം? അവിടെ ഒരു പെണ്ണ് കാണാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞു. അയ്യേ, അതിനവിടെ പെണ്ണില്ല, കെട്ടിക്കാൻ പ്രായ പെണ്ണുങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ ഒരു പെണ്ണ് ഉണ്ടായി വന്നത് തന്നെ അപ്പുറത്തെ വീട്ടിൽ ആ ചക്കരക്കൂടി പ്രേമമാണ്. പിന്നെ ഇത് ആരെ കെട്ടിക്കാൻ പോണെന്ന് പറഞ്ഞു. അവര് പിന്നെ അങ്ങ് പരസ്പരം നോക്കിയിട്ട് തിരിച്ചുപോയി. ആള് ശരിയല്ല എന്ന് പറഞ്ഞു സ്വയമായിട്ടൊരു വിലാസം ഉണ്ടാക്കി. അപ്പച്ചന് മനസ്സിലായോ ജോണി സാറിന്? ഇല്ല, മനസ്സിലായില്ല. അപ്പൊ ഈ പെണ്ണുങ്ങളെ അന്വേഷിച്ചു വന്ന ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയണത് അവരോട് പറയാൻ പറ്റില്ലല്ലോ, മോശമല്ലേ അത്? അപ്പൊ അപ്പനോട് പറയുമ്പോ അതിന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞില്ല. അപ്പച്ചൻ എന്നോട് ചോദിച്ചിട്ടില്ല. താങ്കളുടെ ആത്മകഥയുടെ പേരെന്താ? ചോര നേരുള്ള പകർനാട്ടങ്ങൾ. ചോര നേരുള്ള പകർനാട്ടങ്ങൾ. അപ്പൊ ഈ ആത്മകഥയുടെ അംശമുള്ള ഒരു സംഭവം ഞാൻ പറയാം. അത് ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും. അതായത് ഈ എനിക്കൊന്ന് 9 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അഭിനയിക്കാൻ പോയി അല്ലേ? അഭിനയിക്കാൻ പോയത് അതും പ്രൊഫസർ ഈശ്വരവാര്യരുടെ ഭാര്യയായിട്ട്. കാളരാത്രി. എന്തായിരുന്നു എന്റെ അനുഭവം? പ്രത്യേകിച്ച് രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇടിച്ച് കൊലപ്പെടുത്തിയതാണ് പോലീസ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഈ രാജനെ അന്വേഷിച്ച് കിടക്കുന്ന ഭർത്താവ്, അത് കാത്തിരിക്കുന്ന ഭാര്യ വഴിക്കണ്ണുമായിട്ടിരിക്കുകയാണ്. മാനസിക നില തെറ്റിപ്പോ അവരുടെ ഈശ്വരവാര്യരുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഉള്ള അനുഭവം വെച്ചിട്ടാണോ ഈ കഥ എഴുതിയിരിക്കുന്നത്? ആയിരിക്കും. ആൻചേട്ടൻ എഴുതിയ നാടകമല്ലേ? പിജാനയുടെ നാടകം പിജാനെ എഴുതിയ നാടകം മാത്രമേ കളിക്കാറുള്ളൂ, വേറെ നാടകം ഒന്നും കളിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അത് ചെയ്യാൻ പറ്റിയൊരു നീണ്ടു മെലിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ആ അവശത കാണിക്കാൻ തടിയായത് സിനിമ അല്ല, അതിന് മുമ്പ് തടി വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രൊഡക്ഷൻ ഫുഡ് കുറച്ച് ശക്തമായോണ്ട് ഞാൻ അധികം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വേഷം ചെയ്യാനായിട്ട് അപ്പൊ ആൻചേട്ടന് ഞാൻ എന്ത് ചെയ്താലും തൃപ്തിയാ. അപ്പൊ ആൻചേട്ടൻ അത് പൗളി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഉറപ്പായി അങ്ങനെ ഞാൻ ചെയ്യണം. പക്ഷെ അപ്പൊ എന്റെ വയറൊക്കെ കാണാൻ പറ്റൂല, എന്നാലും എനിക്ക് തന്നെ അറിയാം ഇത്തിരി ഇതുണ്ടെന്ന്. അപ്പൊ പിന്നെ അതുകൂടാണ്ട് വേറെ നാടകം കൂടി ചെയ്യുന്നുണ്ട്, രാമരാജ്യം എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്നുണ്ട്. ആ നാടകത്തിൽ നമ്മൾ ഗ്രീൻ റൂമാണ് കാണിക്കണം, മേക്കപ്പ് ചെയ്തിരിക്കണ റൂം. അപ്പൊ അതിൽ സീതയുടെ വേഷമാണ്, അതിൽ തിലഞ്ചേട്ടന്റെ ഭാര്യയായിട്ടാണ് ഞാൻ. സീതയുടെ വേഷം കെട്ടിക്കണം. അപ്പൊ നമ്മൾ ഇത് ബെൽറ്റൊക്കെ വലിച്ച് കെട്ടണമല്ല. ആ സമയത്ത് കൊച്ചിങ്ങാട് നോളക്കും ഒക്കെ കളിച്ചോണ്ടിരിക്കണേ. അങ്ങനെ ആ 2 നാടകമാണ് ആ കൊല്ലം കളിച്ചോണ്ടിരിക്കണത്. പിന്നെ ഒട്ടും പറ്റാതെ ആയ സമയത്ത് ആൻചേട്ടൻ പറഞ്ഞ് ഇനി നമുക്ക് പൗളിനെ വിടണം. ആൻചേട്ടന് ഇഷ്ടമില്ല എന്നോട് വിടാനായിട്ട്. ഇപ്പൊ എല്ലാരും പറഞ്ഞു വയറൊക്കെ തിരിച്ച കാണാം, അതുകൊണ്ട് ഇപ്പൊ നമുക്കത് ഇത്രയും പ്രായം ഒരു സ്ത്രീയുടെ റോളല്ലേ, അപ്പൊ അതുകൊണ്ട് അത് മാറ്റാതെ പറ്റൂല അതെന്നല്ല പറഞ്ഞപ്പോ ആൻചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഈ നാടകം ചെയ്യാനുള്ള ഭാഗ്യമില്ലാതെ പോയി. കാരണം അത്രയും കളിച്ച നാടകമേ. ഒരു നാടകത്തിന് ചെല്ലുമ്പോ ആ പിന്നത്തെ നാടകം കാണാൻ ആളുകൾ നിൽക്കാണ് പുറത്ത്. നമുക്ക് തോന്നി ഇപ്പൊ ഇവിടെ തല്ലി വീഴുവോ ഇങ്ങനെ. അങ്ങനത്തെ രാഷ്ട്രീയ സ്പിരിറ്റിന്റെ സമയത്താണ്, അടിയന്തരാവസ്ഥ സമയത്ത്. ആലപ്പുഴയിൽ ഒരു C ക്ലാസ് തിയേറ്ററിൽ നാടകം കാണാൻ ചെന്നിട്ട് നാടകം കണ്ടിട്ട് അത്രയും ജനം പുറത്ത് നിൽക്കുകയാണ്. 2ാമത് ഷോ നടത്തേണ്ടി വന്നു. സമ്മതിച്ചില്ല ആളുകൾ, നാടകം കളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ അത്രയും ഭീകരമായൊരു നാടകമാണ് ചെയ്യണം. അത് എനിക്ക് സങ്കടം, ഞാൻ കരഞ്ഞാ പോകുന്നത് പറ്റാണ്ട് ചെയ്യാൻ പറ്റില്ല. ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആ വേഷത്തിന്റെ ഒരു പ്രത്യേകത എങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ നമുക്ക് ഇത് അറിയുമ്പോ അത്രയും വരില്ല, അവര് മാനസികമായിട്ട് അങ്ങോട്ട് തകരും. പിന്നെ അത് കഴിഞ്ഞ് കുറെ കിട്ടാതെ ആകുമ്പോ അവരുടെ വല്ലാത്ത ഒരവസ്ഥയിലോട്ട് ആകണേ. അവര് അറിയാണ്ട് മകൻ പോകും തിരിച്ചു വരും എന്നൊക്കെയുള്ള സംഭവങ്ങൾ പുള്ളി അറിഞ്ഞാലും
ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല, അങ്ങനെയാകും കഥാപാത്രം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ വീട്ടിലെ ചെന്ന് കയറിയ വീട് ഈ സാമുദായിക വിപ്ലവം കൊണ്ട് അവര് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. അതെ, ഒരു ഷെഡ് കിട്ടിയെന്ന് താമസിച്ചിരുന്നു അല്ലേ? അപ്പൊ അവിടെ ഈ പ്രസവകാലമൊക്കെ ആരായിരുന്നു പ്രസവ ശുശ്രൂഷയൊക്കെ ഏറ്റെടുത്തത്? ആദ്യത്തെ പ്രസവത്തിന് ആരും ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ പ്രസവിക്കുമെന്ന് നമുക്ക് തോന്നും, ബാത്റൂമിൽ പോകും, പിന്നെ വരും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. അവസാന നിമിഷമായപ്പോഴേക്കും നമുക്ക് വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞു തുടങ്ങിയപ്പോ അടുത്തുള്ള കിഴക്കുവശത്ത് 2 അമ്മമാരുണ്ട്. അവര് വന്ന് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് സുഖമില്ലാണ്ടാവുമ്പോ ഞാൻ ആരെങ്കിലും പറഞ്ഞേച്ച് വിളിപ്പിച്ചെന്നു. രാത്രിയായിരുന്നു, എനിക്ക് ഉച്ചക്ക് 12 മണി തുടങ്ങി സുഖമില്ല. പക്ഷെ ഞാനത് ആരോട് എനിക്ക് അറിയാൻ പാടില്ല, ഇതാണ് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവര് 2 പേര് അമ്മമാര് വന്നു രാത്രിയായപ്പോ. അപ്പൊ അന്ന് ആദ്യമായിട്ട് വത്സൻ വല വലിക്കാൻ പോയേക്കണേ, ചീനവല വലിക്കാൻ. അപ്പൊ അവിടെ നിന്ന് പണിയുള്ള സമയം അപ്പൊ പോയി ഇവിടുന്ന് പോയി അവരെ പുള്ളി വിളിച്ചിട്ട് വന്നപ്പോ പുള്ളി പോയി അവിടെ അടുത്ത് തന്നെ ഒരു വൈറ്റായിട്ടിനെ വിളിച്ചിട്ടു. ആ വൈറ്റായിട്ട് വന്നിട്ടാണ് പ്രസവം. അപ്പൊ നേരം വെളുത്ത് 6 മണിയായി. 6 മണിക്കാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഇവ ചുണ്ട് ഉണങ്ങിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തന്നാൽ ആ വെള്ളത്തിൽ നമുക്ക് പ്രസവിക്കാം എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ. പക്ഷെ ഒഴിച്ച് തരാൻ ആളില്ല, അങ്ങനെ തരാൻ പോലും ഒരു സന്നദ്ധത ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ ഈ ഭർത്താവിന്റെ വീട്ടുകാർ തൊട്ട് അയലത്തുണ്ടല്ലോ, അവിടെ ആ വീട്ടിൽ തന്നെ ആയിരുന്ന. അത് കഴിഞ്ഞ് 2ാമത്തെ കൊച്ചായപ്പോഴാണ് ഞങ്ങൾ വേറെ വീട് വെച്ചത്. അതുവരെ അവരുടെ അവരുണ്ട്, അവര് കണ്ടു നിൽക്കണേ. പക്ഷെ നമുക്ക് അവരത് അതിലോട്ട് അവരൊന്നും ശ്രദ്ധിക്കണില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവസാനം ഞാൻ പറയാം, എനിക്ക് ഒത്തിരി വെള്ളം വായിൽ തന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവര് എവിടുന്ന്, അപ്പൊ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, വേഗം ഈ വത്സന ഓടിപ്പോയി ഒരു ചായ മേടിച്ചിടുന്നു. ആ ചായ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ വായിലേക്ക് ഒഴിച്ച് അപ്പൊ ഞാൻ പ്രസവിച്ച്. അത് കഴിഞ്ഞിട്ട് പ്രസവിച്ച്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പ്രസവേന അറിയണില്ലല്ലോ, അപ്പൊ തന്നെ പോയി കയറിക്കൊന്നല്ലേ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രസവേന അറിയണ്ട, ഓപ്പറേഷൻ മതി എന്നല്ലേ. ആ കുട്ടി എന്തായി? ആദ്യത്തെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിണ്ടണില്ല. എന്റെ സകല പിടിയും വിട്ട്. നമ്മൾ ഇത്രയും പ്രയത്നം ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഇത് മിണ്ടണില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. ഞാനിങ്ങനെ തലവെക്കി നോക്കണേ, കൊച്ചാണെങ്കില. അങ്ങനെ വേഗം അവര് തൊട്ടക്കിട്ടൊക്കെ ഇങ്ങനെ അടിച്ച് കഴിച്ചപ്പോഴേക്കും പെട്ടെന്ന് അവൻ കരഞ്ഞു. അവനാണ് അവന്. അതാണ് വിശ്വാസം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനിയും അടുത്ത ചോദ്യം, 30,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം എന്നത് ഏത് വിളയെക്കുറിച്ച് മലയാളത്തിലുള്ള ചൊല്ലാണ്? ഓപ്ഷൻ എ ചേന, ഓപ്ഷൻ ബി മാങ്ങ, ഓപ്ഷൻ സി ഏലം, ഓപ്ഷൻ ഡി വെള്ളരിക്ക. ചേനയല്ലേ? ചേനയാണോ? ആണ്. ഉറപ്പാണോ? പിന്നില്ലേ. പൂട്ടട്ടോ? എന്തൊരു ചേന? ഇത് ചേന തന്നെയാണോ? പൂട്ടട്ടോ ഞാൻ? ഓപ്ഷൻ എ ചേന പൂട്ടി. ആനക്കാര്യത്തിനിടയിൽ ചേനക്കാരി എന്നൊക്കെ ആൾക്കാർ പറയും അല്ലേ? ഓക്കെ, ചേന പൊളിച്ചു നോക്കട്ടോ? ഓക്കെ, പൊളിച്ചു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉത്തരം ശരിയാണ്. 30,000 രൂപ. ഇതിനിടയ്ക്ക് കുട്ടേട്ടന്റെ ഒരു കിടിലം ചോദ്യം വരുന്നുണ്ട്. കുട്ടേട്ടാ ചോദിച്ചോളൂ, ഒന്നും നോക്കാനില്ല. പൗളി വത്സൻ, എന്തോ താങ്കൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ചകളിലും സ്കൂളിൽ വരാറില്ല. അതിന് പ്രത്യേകമായി എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ്? വെള്ളിയാഴ്ച അവധിയായിരുന്നോ സ്കൂളിന്? അല്ല, നമ്മൾ അവധിയിട്ടോ? നമ്മൾ അവധിയിട്ട് എല്ലാ വെള്ളിയാഴ്ച സിനിമക്ക് പോവും. എല്ലാ വെള്ളിയാഴ്ചയും എന്നെ കാണൂല. ഒറ്റയ്ക്ക് പോവും? ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു രേണുക എന്ന് പറഞ്ഞ കൂട്ടുകാരി മരിച്ചു. ഞങ്ങൾ 2 പേരുടെ പോണം. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പോയി ഒരു ദിവസം സാറിന്റെ കണ്ണിൽ പെട്ട്. സാറ് തിയേറ്ററിൽ വന്ന് ഇങ്ങനെ കൈയും കിട്ടിയിട്ട് പിടിക്കേ. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യണില്ല, സാറ് കിടന്നു ഞാൻ ശ്രദ്ധിക്കണില്ല. അപ്പൊ എന്റെ കൂട്ടുകാരി എന്നെ പിടിച്ചു വലിക്കണേ പുറകിലേക്ക്. സാറ് എന്ന് പറഞ്ഞു. സാർ അവിടെ കേട്ടെ താൻ പാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറേ എന്ന് പറഞ്ഞ ഇങ്ങനെ അടിച്ചു. സാറ് എന്നെ കണ്ട് പേടിക്കുന്ന പറഞ്ഞിട്ടാണ് സാറ് വന്നിക്കണേ. ഇവിടെ സാറിനെ കണ്ട് ഞാൻ പേടിച്ചില്ല. ഞാനിങ്ങനെ കാണിച്ചപ്പോ സാറ് വേഗം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി സാറേ പൊട്ടേട്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടക്കരുത്, ബസ് സ്റ്റോപ്പിലോട്ട് അങ്ങോട്ടോ വേണ്ട ഇങ്ങോട്ട് നടന്നു. അപ്പൊ സാറ് ഹോളി ഇവിടെ എന്താ? ഞാൻ പറഞ്ഞു അത് സിനിമ കാണാനുള്ള കാശ് മാത്രം ഉണ്ടായില്ല സാറേ, അത് കാരണം ഞങ്ങൾ നടന്നാ പോണതേ. അപ്പൊ സിനിമ കഴിയുമ്പോ തന്നെ 6-6:30 ആയി, ഇരുട്ടാവൂല. അപ്പൊ ഈ എന്റെ കൂടെ എല്ലാവരും 3 സ്റ്റോപ്പ് നടന്നിട്ട് വേണം പുതിയ സ്റ്റോപ്പിലെത്താൻ. അപ്പൊ ഞാൻ വളപ്പില് പോവും. അപ്പൊ സാറ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ബസ്സിനോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് നടന്നു ബസ്സിൽ കയറി പോയി. നല്ല സാറാ? നല്ല സാറാ, ശങ്കര സാർ. സ്കൂളിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ? സാറൊന്നും ചോദിച്ചില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 40,000 രൂപയുടെ ചോദ്യം. ഈ പരിപാടി കൊള്ളാല്ലേ? നാളത്തേക്കാൾ പെട്ടെന്ന് അവിടുത്തെ കാശ് കിട്ടുന്നു. ഓക്കെ, എവിടെയാണ് പൊട്ടുന്നത് അറിയാൻ പറ്റില്ല. ചിലപ്പോ പൊട്ടിത്തറയി വീഴും. മോണിറ്റർ പ്ലീസ്.
ബൈബിൾ പ്രകാരം യേശു ഏത് ശുദ്ധജല തടാകത്തിന്റെ ഉപരിതലത്തിലൂടെയാണ് നടന്നത്? ഓപ്ഷൻ എ ചാവുകടൽ, ഓപ്ഷൻ ബി കാസ്പിയൻ കടൽ, ഓപ്ഷൻ സി ഗലീലി കടൽ, ഓപ്ഷൻ ഡി അസ്വർ തടാകം. ഗലീലിയ കടൽ. അതിലങ്ങ് ഒരു സംശയമില്ലല്ലേ? ഉറപ്പിക്കാമോ? ഓപ്ഷൻ സി പൂട്ടട്ടോ? പൂട്ടി. ഓപ്ഷൻ സി ഗലീലി കടൽ ഞാൻ പൂട്ടി. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ചിലപ്പോൾ പൊളിച്ച് ചിലപ്പോ ഒന്ന് അമ്പരപ്പിക്കും. പള്ളിയിലെ കൃത്യമായിട്ട് പോകുന്ന ആളാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, ഗലീലി കടലിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ തർക്കിക്കുന്നില്ല, ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി 40,000 രൂപയുടെ ചോദ്യത്തിന്റെ ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 1/2 കോടി മതി എന്നല്ലേ പറഞ്ഞു? അപ്പൊ അതിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ. 50,000 വരെയായി. നമുക്കൊന്ന് മുകളിലോട്ട് പോയാലോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 6ാമത്തെ ലെവലാണ് 1 കോടിയുടെ മത്സരം നടക്കുന്നത്. അപ്പൊ ലെവൽ മാറിക്കൊണ്ടിരിക്കും. 2ാമത്തെ ലെവൽ കുട്ടേട്ടന്റെ കളിയാ. കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ നമ്മൾ ഈ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ബെന്നി പി നായരമ്പലമാണോ അതിന് സാക്ഷ്യം വഹിച്ചു? അപ്പൊ എനിക്കൊന്ന് നാടകത്തിലൊക്കെ സജീവമായിരുന്നല്ലോ ബെന്നി. നാടകം ചെയ്തു. അപ്പൊ അതുകൊണ്ട് നല്ല പരിചയമാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്. അടുത്ത് തന്നെയാണല്ലോ നായരമ്പലവും വളപ്പോ വളരെ അടുത്താ അല്ലേ? അപ്പൊ അണ്ണൻ തമ്പിയോ ഏത് സിനിമ? മമ്മൂക്ക ഡബിൾ റോൾ അഭിനയിച്ച സിനിമ അല്ലേ? അപ്പൊ പണ്ട് നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ച ഓർമ്മയുണ്ടോ മമ്മൂക്കയ്ക്ക്? ഞാൻ പറഞ്ഞില്ല, മമ്മൂക്ക ഓർത്തു. ഓർത്തോ? ചോദിച്ചോ മമ്മൂക്ക സിദ്ദിഖിനോട് ചോദിച്ചു. പൗളി എന്നുള്ള നടിയാണെന്ന് സിദ്ദിഖ് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് പിന്നെ അവരെ കൂടി ഞാൻ നാടകം കളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവരെന്താ എന്നോട് സംസാരിക്കാണ്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ ഈ ഡയലോഗ് പ്രസന്റ് ചെയ്തപ്പോ ബെന്നി പറഞ്ഞ് പിന്നെ പൗളിച്ച് നമ്മുടെ സാധനമാണ് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കരച്ചിലാ, മോനെ അപ്പു വാസുവണ്ണം പോയടാ എന്ന് പറഞ്ഞുള്ള ഒരു കരച്ചില. അപ്പൊ അത് ഞാൻ അതേ നമ്മുടെ നാട്ടിലൊരു ശീലം ഉണ്ടല്ലോ, അതുപോലെ അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് പറഞ്ഞു അത് കൊള്ളാല്ല, അത് ആരാണത് എന്ന് ചോദിച്ചപ്പോഴേക്കും സിദ്ദിഖ് പറഞ്ഞു അത് ഞങ്ങളുടെ പൗളിച്ചാണ്, ഞാൻ വള്ളിക്കൽ സുട്ടു നടക്കുന്ന ചേച്ചിയുടെ നാടകം കാണാൻ. അതൊന്ന് പറയാമോ? എനിക്കൊരു കൊതി അത് കാണാൻ. മമ്മൂക്കയുടെ മുമ്പിൽ അവതരിപ്പിച്ച സാധനം ഉണ്ടല്ലോ, ആ ഡയലോഗ്, ഫസ്റ്റ് ഡയലോഗ് മറന്നു പോകത്തില്ല. അപ്പൊ മമ്മൂക്ക വന്ന് നിന്ന് ഇത് പറഞ്ഞപ്പോ മമ്മൂക്ക വന്ന് കൈയാണ് ആദ്യം തന്നത്, പിന്നെ മമ്മൂക്ക വന്ന്. അപ്പൊ മമ്മൂക്ക തന്നെ എനിക്ക് പരിചയമുള്ള ആളാ. അപ്പൊ സുരാജ് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഒരു കാഴ്ച കാണാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് തന്നെയാണ്. വിളിച്ചോണ്ട് വരുമ്പോ സാർ കണ്ടിട്ടില്ല സിനിമ? ആംബുലൻസിൽ കിടത്തിയേക്കാണ്, ശവം കിടത്തിയേക്കാണ്, കുറെ പച്ചക്കറി. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ കരയണ സീനാണ്. അപ്പൊ മമ്മൂക്ക പറഞ്ഞ് മമ്മൂക്കനെ ഇവിടെ വന്നിട്ട് മമ്മൂക്ക താൻ എന്താണോ എന്നോട് സംസാരിക്കാൻ ഞാൻ ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞിട്ട് മമ്മൂക്കയുടെ മുഖത്ത് നോക്കിയാ പിന്നെ പറയണം, മോനെ അപ്പൂ വാസുവണ്ണം പോയടാ, എനിക്കിനി ആരും ഇല്ലടാ എന്ന്. അതാണ് ആ ഒരൊറ്റ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ കരയാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞോണ്ട് പറയണ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകണപ്പോ സുരാജ് പറയും ഇനി പിന്നെ കരഞ്ഞാൽ മതി അമ്മായി, ആരെങ്കിലും വരുമ്പോ കരഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ പറയാൻ നേരത്ത് വേഗം കണ്ണീര് തുടച്ചു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചോണ്ട് കണ്ണീര് തുടച്ച്. അപ്പൊ നമുക്ക് പറഞ്ഞ് ഇങ്ങനെ കാണിക്കണ്ട പൗളി, ഇങ്ങനെ ശരി വെക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്റെ സംവിധായകനുമായി. മമ്മൂക്കയ്ക്ക് അപാര ഓർമ്മയാണ്. കാര്യം അദ്ദേഹം എത്ര വർഷം കഴിഞ്ഞാലും ചില കാര്യങ്ങളൊന്നും അദ്ദേഹം മറക്കില്ല. കാര്യം ചില സ്ഥലത്തൊക്കെ വെച്ച് അദ്ദേഹത്തിന് കാണുമ്പോഴേ ചില പഴയകാല സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പേരൊക്കെ പറയുന്നത് നമ്മളെ 1 മണിക്കൂർ പിന്നെ ഞാനും മമ്മൂക്കയെ കൊണ്ട് സംസാരിച്ച്. ഒരു വിഷയം അതുകൊണ്ടായിരിക്കും അതേ മമ്മൂക്കായത് നമ്മളിവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. ഓക്കെ, മോണിറ്റർ പ്ലീസ്. തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന കാവൽ എന്ന സേവനം ഇനി പറയുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആശുപത്രി, ഓപ്ഷൻ ബി പോലീസ്, ഓപ്ഷൻ സി തപാൽ, ഓപ്ഷൻ ഡി ജലസേചനം. ഈ ഗ്രൂപ്പിനെ കാവൽ എന്നാണ് വിളിച്ചിരുന്നത്. പോലീസ് ആയിരിക്കോ? പോലീസ് അല്ലേ? ഓപ്ഷൻ ബി പൂട്ടട്ടെ? ഞാൻ പൂട്ടി കഴിഞ്ഞാൽ പിന്നെ തുറക്കത്തില്ല. ഓക്കെ, ഓപ്ഷൻ ബി പോലീസ് പൂട്ടി. തമിഴിലാണ് ഇതിന് കാവൽ തുറൈ എന്നാ പറയുന്നത്. ഓപ്ഷൻ ബി പോലീസ്. ഉത്തരം ശരിയാ. അപ്പം 1,00,000 രൂപ. ഇത് മിക്കവാറും 1/2 കോടിയിലല്ല 1 കോടിയിൽ എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നു. നമുക്ക് ജനത്തിനെ ഇംപ്രസ് ചെയ്ത തിയേറ്ററിലൊക്കെ കൈയടി വീണ സിനിമ ഏതായിരുന്നു? കൈയടി വീണ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യരാത്രി എന്നൊരു സിനിമ ജിബു ജേക്കബിന്റെ ഇത്. അത് ബിജു ഞാനും കൂടി കട്ടക്കട്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കട്ടക്കട്ടക്കാണ്. അപ്പൊ ആ സിനിമ അതൊരു കല്യാണ ബിജുമേനും ബ്രോക്കർ, 2 ബ്രോക്കർമാർ വല്ല മത്സരമായിരുന്നു അതിനകത്ത്. അപ്പൊ ഇതിൽ അഭിനയിക്കുന്ന ജിബു ജേക്കബിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം ഞാറക്കാരാ. കുറെ ആളുകൾ ഞാറക്കെന്ന് വന്നിട്ടുണ്ടായി. കാവാലത്തായിരുന്നു ഷൂട്ടിങ്. അപ്പൊ ഞാൻ പറയണ ഓരോ ഡയലോഗിലും പണ്ട് നാടകത്തിൽ അടിക്കൂലേ എന്ന പോലെ ഇവര് ഈ വന്നേക്കണ ജൂനിയേഴ്സ് മുഴുവനും
സീൻ കഴിയുമ്പോ തന്നെ കയ്യടിയാണ്. നാടകം പോലെ ഞാൻ ചെയ്തത്. അപ്പൊ എല്ലാരും പറഞ്ഞത് ഞാറൊക്കെ നാളെ ഇറങ്ങിയേക്കടെ കയ്യടിക്കാൻ. പിൻബലത്തിൽ ആളെ കൊണ്ടുവന്നിരിക്കുക. ഞെട്ടിയോ? ബിജുമേനെ എന്റെ ഡയലോഗ് പറയുമ്പോ ഓരോന്നിനും കൈയടിക്കുന്നു. അത്ര ഇഷ്ടമായിരുന്നു, അത്ര നല്ല ഡയലോഗ്സ് ആയിരുന്നു, നല്ല രസമായിട്ട് ചെയ്തു. പക്ഷെ പടം ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് നല്ല സൂപ്പർ വേഷമായിരുന്നു. അതാ ഒന്നും പറയാൻ പറ്റില്ല. അതിനകത്തൊരു പൊട്ടിക്കരച്ചിലുണ്ടല്ലോ. അതിൽ പൊട്ടിക്കരച്ചിലല്ല, തുടർച്ചയായിട്ട് കരച്ചിലോട് കരച്ചില്ല. എണ്ണിപ്പറക്കി കരച്ചിലെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിൽ ജനിച്ചുകൊണ്ട് ഉള്ള ഒരു അവാർഡാണത്. എണ്ണിപ്പറക്കി കരച്ചിൽ എന്ന് പറയുമ്പോൾ എണ്ണിപ്പറക്കി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാറ് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പച്ചൻ മരിച്ചെടുക്കണെങ്കിൽ ഞാൻ സാറിന്റെ പേര് പറഞ്ഞു കരയും. സാറേ എന്റെ അപ്പച്ചൻ പോയിട്ടാന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അപ്പൊ ഈ കഥയോടുകൂടി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം. അതായത് നമ്മുടെ ഈ അപ്പൻ പെട്ടെന്ന് മരിക്കുകയാണ്. മരിച്ചു കിടക്കും. കൈനീരുത്തങ്ങ രാജേട്ടനാണ്, പുള്ളി മരിച്ചുപോയി. അപ്പൊ ചെമ്പനാണ് മൂത്ത മോൻ. അപ്പൊ മകന്റെ വീട്ടിൽ ഭാര്യയുടെ വീട്ടിലായിട്ട് ഇവര് അത്ര നല്ല അടുപ്പമായിരുന്നില്ല കുറെ നാളായിട്ട്. അപ്പൊ അവര് വരണില്ല, ഇങ്ങോട്ട് ഒക്കെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഈ പിന്നെ വീട്ടിൽ അറിയിക്കുമല്ല. അറിയിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഈ പെണ്ണിന്റെ എന്റെ മരുമോളുടെ നാത്തൂൻ, അമ്മ, അപ്പൻ ഒക്കെ ആയിട്ട് കാണാൻ വരും. അപ്പൊ ഞങ്ങള് കരഞ്ഞ് തളർന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ പോയി റെസ്റ്റ് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടി വിളിച്ചിട്ട് കട്ടൻ കാപ്പിയായി കുടിക്കുക. അയൽവാസികൾ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ കട്ടൻ കാപ്പി തന്നിട്ട് അത് കുടിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവര് വന്നെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞത് സമയത്ത് നിന്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടാ എന്ന് പറയും. ഈ കട്ടൻ കാപ്പി അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്ന് അപ്പന്റെ നെഞ്ചത്തോട്ട് ഒറ്റ വീഴ്ചയാണ്. അപ്പാ മിണ്ടാത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പനെന്താണിപ്പാ അവരോടൊന്നും മിണ്ടാത്തത്? സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അപ്പനീ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പൊന്നി. അപ്പോ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോട്ടെ എന്നല്ലേ അപ്പം പറഞ്ഞുള്ളു എന്റെ പൊന്നി. അപ്പാ താറാവ് കറി ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കടി വെണ്ണമ്മയെന്നും പറഞ്ഞ് കുടിക്കാനിരുന്ന ആളല്ലേ എന്റെ പൊന്നു. അപ്പോ സൂപ്പറായി. ഇത് പറഞ്ഞ് ജയിച്ചാണോ അതോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കൈയടി വീണോ? അത് കഴിഞ്ഞപ്പോ കൈയടി വീടില്ല, അവിടെ കൈയടിക്കാനും പറ്റില്ലല്ലോ, സ്ഥലമല്ലേ. പക്ഷെ നമ്മൾ സൂപ്പറായി. അപ്പൊ നമുക്കിനി ഞാൻ ചോദിക്കാനുള്ള ചോദ്യം വരെ മറന്നുപോയി. ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കേണ്ടത്. 68,000. മോണിറ്റർ പ്ലീസ്. ദുൽഖർ സൽമാനോടൊപ്പം സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ നടൻ ആരാണ്? ഓപ്ഷൻ എ അജു വർഗീസ്, ഓപ്ഷൻ ബി സണ്ണി വെയിൻ, ഓപ്ഷൻ സി ശ്രീനാഥ് ഭാസി, ഓപ്ഷൻ ഡി നീരജ് മാധവ്. ആരായിരിക്കും? അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ സഹായത്തിന് 2 പിടിവള്ളി കുട്ടേട്ടൻ അല്ല വക, ഇവിടെ 1 പിടിവള്ളി സ്വന്തമായിട്ട് സഹോദരൻ മകനും കൂടെ സഹായിക്കും. കുട്ടേട്ടനോട് ചോദിച്ചാലോ? കുട്ടേട്ടനോട് ചോദിക്കാം അല്ലേ? കുട്ടേട്ട ഒന്ന് സഹായിക്കൂ. കുട്ടേട്ട ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഒന്ന് സഹായിച്ചേ. തീർച്ചയായിട്ടും സഹായിക്കാം പൗളി വത്സൻ. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി സണ്ണി വെയിൻ, ഡി നീരജ് മാധവ്. അപ്പൊ ഏകദേശം പിടിയിട്ട് കാണുമല്ലോ ആരായിരിക്കും ദുൽഖർ സൽമാനോടൊപ്പം കയറി വന്ന സെക്കൻഡ് ഷോയിൽ? സണ്ണി വെയിൻ. കൂട്ടാമല്ലോ. കൂട്ടാം. ഓപ്ഷൻ ബി പൂട്ടി. ആ നീരജ് മാധവന്റെ കാര്യം എന്താ ആലോചിക്കാൻ? ഞാൻ നീരജ് മാധവൻ എന്ന് പറഞ്ഞാൽ ഇന്നാള് വന്ന പയ്യനല്ലേ, സണ്ണി വെയിനല്ലേ അതിനു മുമ്പ് വന്നത്? ആണോ? ഉറപ്പാണോ? പിന്നില്ലേ. നല്ല കൃത്യമായിട്ട് തെറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. 60,000 കിട്ടി. ഇനിയിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാരിവിൽ മാലയും കൊണ്ടുവാ. കാക്കപ്പൂ, തുമ്പപ്പൂ, കാവടിപ്പൂ, നുള്ളിപ്പൊന്നോണപ്പൂക്കളം പൂകിവ. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാരിവിൽ മാലയും കൊണ്ടുവാ. ഇത് ആദർശന്റെ പാടിയതാണോ? അതെ. ആദർശ് വലിയ നടനാണല്ലോ, സൂപ്പറായിട്ട് അല്ലേ? തബല വായിക്കുന്നതാണ്. അപ്പൊ എനിക്കൊന്ന് ഇതിൽ തബല വായിക്കുന്ന ഹസ്ബൻഡ് അല്ലേ? അപ്പൊ എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ ബാക്കിയുള്ള ഇതൊക്കെ ആയിരിക്കും അല്ലേ? നമുക്കൊന്ന് കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടിങ്ങനെ ഓണക്കാലവും എഴുതി കൊടുക്കാറുണ്ട്. അപ്പൊ ആദർശ ഇത് ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയ ആൽബോ? അത് കോവിഡ് സമയമാണ്. സമയത്ത് നമ്മള് പാട്ട് ഇത് ചെയ്തു വെച്ചിട്ടൊരു 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ കോവിഡ് സമയം വന്നു, പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കണു. അപ്പൊ അച്ഛൻ്റെ ഒരു പാട്ടൊന്നും
നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഐഡിയ വന്നിട്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി ആലോചിച്ച് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ റെക്കോർഡ് ചെയ്തു. ജെറി മാഷാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തു തന്നു. അങ്ങനെയാണ് ആ പാട്ടിന്റെ ജെറി സാർ അതെ അതെ. ഓക്കെ, നന്നായിരിക്കുന്നു. താങ്ക് യു. പാട്ടിന്റെ വരികൾ കേട്ടിട്ട് ആളെ കൊണ്ടുവന്നു പറഞ്ഞു സാറ്. ആണോ? ആളെ കൊണ്ടുപോയി അച്ഛനെ കൊണ്ടുപോയി ഇവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ പിറ്റേ ദിവസം കൊണ്ടുപോയി. ഒരു സാധനം പോലും മാറ്റാൻ സന്തോഷമായോ? ഭയങ്കര സന്തോഷമായി. നേരത്തെ എഴുതിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് അപ്പം തന്നെ എഴുതിയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കും. ഓണപ്പാട്ട് ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട് നേരത്തെ. അങ്ങനെ ഇത് വേണ്ടപ്പോ ഞാനെപ്പോഴും പറയുവേ, ഈ ഒരു പാട്ടെങ്കിലും നമുക്കൊന്ന് ചെയ്ത് വെക്കണമല്ലോ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ. അപ്പൊ കൊറോണ സമയം അവിടെ ഒരു റിസോർട്ട് ഉണ്ടായി. അവിടെ നിന്ന് എല്ലാവരും പോയി. അപ്പൊ അത് ഒഴിഞ്ഞു കിട്ടിയപ്പോ അവരോട് പറഞ്ഞപ്പോ ചെയ്തോളാൻ പറഞ്ഞു. അത് നന്നായി അല്ലേ? അതെന്തായാലും നല്ലൊരു നിമിഷമായി. മാത്രമല്ല എനിക്കൊന്ന് ഹസ്ബൻഡിനെ കാണാനും ഈ വീഡിയോ ഉപകരിക്കത്തില്ലേ? വേറെ വീഡിയോയിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടോ? ഇല്ല. ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിലും ഇത് നമുക്ക് ജീവനോടുകൂടി നന്നായിട്ട് തബല വായിക്കേ പുള്ളി. ഇല്ല, വയലാർ ആദിയിൽ വചനം ഉണ്ടായിരുന്ന ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആകെ ലഭ്യമുള്ളത് ആ സിനിമയിലെയാ എന്ന് പറയുന്നില്ല. ഈ ആൽബത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ഏക വീഡിയോ. കാണണമെന്ന് ആഗ്രഹിച്ച ഈ വീഡിയോ എടുത്തിട്ട് കാണുക അല്ലേ? യൂട്യൂബിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 70,000 മോണിറ്റർ. ഒരു ചില്ല് കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിയാൽ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ആ മുഖത്ത് ചിരി കണ്ടപ്പം സുന്ദരി കുട്ടിയാ. അപ്പൊ നമുക്ക് നോക്കാം, ഏത് വ്യക്തിയാണ് കങ്കണ റണൌട്ട് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി മദർ തെരേസ, ഓപ്ഷൻ സി പ്രതിഭ പാട്ടീൽ, ഓപ്ഷൻ ഡി സുഷമ സ്വരാജ്. കങ്കണ ആരെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. എന്താ? അല്ല, ഈ ഇന്ദിരാഗാന്ധി ആണോ എന്ന്. ആണല്ലോ, പൂട്ടാമോ? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഉത്തരം കറക്റ്റ്. ഉത്തരം ശരിയാണ്. ഞെട്ടിപ്പോയല്ലേ? ഓക്കെ, അപ്പൊ 70,000 രൂപ കൈ കിട്ടി. നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? കുട്ടേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കുട്ടേട്ടൻ പിന്നെയും ചോദ്യമായിട്ട് വരിക. കുട്ടേട്ട, ഇറ്റ് ഈസ് യുവർ ടേൺ. പൗളി വത്സൻ, താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ നിന്ന് നാടകം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നോർത്ത് പറവൂരിനെ അടുത്തുള്ള വെടിമറ എന്ന സ്ഥലത്ത് വെച്ച് താങ്കൾ ഭയങ്കരമായി പേടിച്ചുപോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു അത്? പേടിച്ചുപോയി. അതായത് നമ്മള് സിദ്ധാർത്ഥയുടെ നാടകങ്ങളൊക്കെ, കൊച്ചിൻ സിദ്ധാർത്ഥ, ഞാനപ്പോൾ ശ്രീനി ചേട്ടനൊക്കെ അഭിനയിക്കുന്ന നാടകം. അപ്പൊ അവരുടെ നാടകം കഴിഞ്ഞ് വരും. ഞങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നാടകം ഉണ്ടായിരുന്നു. മലബാർ സൈഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പറവൂർ കവലയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് ഞാർക്കിലേക്ക് നമ്മൾ വൈപ്പിനിലേക്ക് പോകുന്നത്. പറവൂർ കവല വന്നപ്പോഴേക്കും ഒരു ലോറിക്കാരൻ ഇങ്ങോട്ട് വരണ്ടായി. നമ്മൾ പോകണം. അയാൾ പറഞ്ഞു വണ്ടി നിർത്ത്. അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിന്നിട്ട് എൻ്റെ ഇതൊക്കെ ചില്ലൊക്കെ പൊട്ടിച്ച് അയാളുടെ കയ്യിൽ ഇരുന്ന് വെച്ചാൽ പൈസ 2,500 രൂപ എൻ്റെ കയ്യിലുണ്ട്. അതും വാങ്ങിച്ച് എടുത്ത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, കുറച്ച് വണ്ടികൾ വരുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വരികയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ പറഞ്ഞു. അപ്പം അതാകുമ്പോൾ പ്രശ്നമില്ല. ബസ് വരുമ്പോൾ ഇവർ മാറി നിൽക്കും. അങ്ങനെ അവിടെ ഒരു വിജനമായിട്ടൊരു സ്ഥലമാണ്, അതായത് ഒരു പാടം. അപ്പോൾ കുറേ ആണുങ്ങൾ, ഞങ്ങളിപ്പോൾ ഈ കുറച്ച് വണ്ടികൾ വന്നപ്പോൾ ഞങ്ങൾ പോകണം. പക്ഷെ മുൻപിൽ ഞങ്ങളുടെ വണ്ടിയായിരുന്നു. അപ്പോൾ പുറകിൽ വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് പോവുകയാണ്. പോയി ആ സ്ഥലം എത്തിയപ്പോഴേക്കും ഒരു 5-8 ചെറുപ്പക്കാർ കംപ്ലീറ്റ് മെഴുക്ക് വരുത്തിയേക്കണേ, തിളങ്ങണ ലൈറ്റിന്റെ വെട്ടത്തില്. ആയിട്ട് അവരിങ്ങോട്ട് വരെയാണ്, നടന്നിങ്ങോട്ട് വരെയാണ്. വരുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഉറക്കത്തില്ല. അപ്പം ഞാൻ ഈ ഡ്രൈവറിന്റെ തൊട്ട് പുറകിലെ സീറ്റിലായതുകൊണ്ട് ഞാൻ അതും ഇതൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം, ഇവന് ഉറങ്ങിപ്പോകാതിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ ഷൈനെ ഇതേ അത് കണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ തന്നെ കേട്ടാന്ന് പറയും. അപ്പോൾ അയ്യോ പൗളിച്ചേച്ചി എന്ത് ചെയ്യും, ജേക്കപ്പേട്ടനെ വിളിക്കുമെന്ന് പറയും. അങ്ങനെ അതിന്റെ ഓണറാണ് ജേക്കപ്പെ എണീറ്റ് അദ്ദേഹം കുറച്ച് ആൾക്കാർ തന്നെ കേട്ടതെന്ന് പറയും. അങ്ങനെ അവരിങ്ങനെ നടന്നു ഒരു വെളുപ്പിനൊക്കെ ആയിട്ടുണ്ടാവും. ഇവരിങ്ങനെ നടന്നിങ്ങോട്ട് വരെയും ഈ വണ്ടി എടുക്കണ വണ്ടി സ്പീഡിലെന്ന് പറഞ്ഞു. സ്പീഡിലും കൂടെ എടുത്തിട്ട് വണ്ടിയുടെ ഈ ചില്ലൊക്കെ പൊട്ടിച്ച്, പിന്നെ അവരുടെ കയ്യിൽ വടിവാളാ. അവരിങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തി. ഈ സമയമല്ലാത്ത സമയം നമ്മൾക്ക് വണ്ടി തടഞ്ഞു നിർത്തി ഇങ്ങനെ പൈസ മേടിക്കൽ സ്ഥിരമുള്ളതാ. അങ്ങനെ ഞാനല്ല ഫ്രണ്ടിലിരിക്കണ. അടി കൊണ്ടെന്നാണ് നമ്മുടെ വിചാരേ. അത്രയും ഒരു വെട്ടാണ്. അപ്പൊ ഈ ഇതിന്റെ അടിച്ച് അപ്പൊ ചില്ലിങ്ങനെ പൊട്ടുകയും ചെയ്ത് ഈ കണ്ണാടി തെറിച്ചും പോയി. അവന് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോ അങ്ങോട്ട് മാറണത്. അതുവരെ ഇവരിങ്ങനെ. അപ്പൊ നമ്മ വണ്ടി നെഞ്ചത്തേക്ക് കയറി പോകുമ്പോ അങ്ങനെയൊക്കെ ഉള്ളവര്. അതുകൊണ്ട് എനിക്കിങ്ങനെ വായു ഇങ്ങനെ കയറിയ പോലെ ഇങ്ങനെ ഇപ്പൊ ഞാൻ അഭിനയം വന്നു. പേടിച്ച് വിറച്ചു പോയി എന്നുള്ളതാണ്. എല്ലാവരും എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കണേ. അപ്പൊ ഈ നമ്മളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടപ്പ് ശരിക്കും ഉണ്ട് എൻ്റെ വീട്ടിലെത്താൻ. അവിടെ ആണെങ്കിൽ ഇപ്പൊ എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ എല്ലാം കിടത്തിയിട്ടുണ്ടാവും. ചില വീടുകളിലൊന്നും അന്നൊന്നും ലൈറ്റ് ആയിട്ടില്ല. പിന്നെ ഈ വെയിലിക്കെട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വഴിയാണ്, ചെറിയൊരു വഴി. ആ വഴി കൂടി ഇങ്ങനെ പോകണം എനിക്ക്. ഞാൻ ഒരിക്കലും ഒരാളെ കൂട്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് അവിടെ പോണത്. അതായത് ഒരു ടോർച്ച് ഉണ്ടാവും,
പിന്നെ ഒരു വടി എടുക്കും. വടി ഞാൻ പിള്ളേരോട് പറയും, വടി ആ സമയത്ത് സന്ധ്യക്ക് കൊണ്ടുവന്ന് അവരുടെ എവിടെയെങ്കിലും ചാരി വെച്ചേക്കണോട്ടാന്ന് പറയും. അങ്ങനെ ആ വടി എടുത്തിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. പട്ടിയുടെ ശല്യമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഇത്. പക്ഷെ എനിക്ക് ഒരടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റില്ല, പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, പേടിയായിട്ട് നിൽക്കണേന്ന് പറയും. അവര് അതിശയിക്കുന്ന പൗളിക്ക് പേടിയാന്ന് ഭയം എന്തെന്നറിഞ്ഞു അറിഞ്ഞു. നന്നായി. വീട്ടിലേക്ക് അനുഭവിക്കണമല്ലോ. അതെ, വീട്ടിലേക്ക് ഒരു കണക്കിനാണ് ഞാൻ ചെന്നെത്തിയത്. അത്ര പാടില്ല, അങ്ങനെ പേടിച്ചു പോയി. അപ്പൊ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഇനി കിടക്കുന്നു. 80,000 മോണിറ്റർ. ഏത് വ്യക്തിയുടെ കേരള സന്ദർശനമാണ് മാർഗംകളി എന്ന കലാരൂപത്തിന്റെ ഇതിവൃത്തമായത്? ഓപ്ഷൻ എ തോമസ് ലീഹ, ഓപ്ഷൻ ബി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ സി അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഓപ്ഷൻ ഡി ബാബർ. തോമസ് ലീഹ. അത് പിന്നെ സംശയിക്കാൻ തർക്കത്തിന് സാധ്യതയില്ല. പൂട്ടിക്കട്ടോ? ഓപ്ഷൻ എ 80,000 രൂപ വെച്ച് പൂട്ടുകയാണ് ഞാൻ. പൂട്ടി തുറന്നു, എന്റെ 80,000 പോയി. ഉത്തരം ശരിയാണ്. 80,000. ഇനിയിപ്പോ നമുക്കൊരു നാടകാനം പാടിയാലോ? നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോ 1,00,000 രൂപയുടെ ചോദ്യമാണ്. 100,000 റുപ്പീസ്. ഏത് നാടകാനോ ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത്? പാട്ടിന്റെ കാര്യത്തിൽ ഇത്തിരി വീക്കാ, ഓർത്തിരിക്കാനായിട്ടുള്ള മറന്നുപോകല്ല. ഓർമ്മക്കുറവൊക്കെ വന്നു തുടങ്ങിയോ? അങ്ങനെയല്ല, പഴയത് കാലത്തില് വാർത്തയ്ക്കുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചല്ലേ? അതുകൊണ്ടല്ല. തിലകൻ ചേട്ടനോടുള്ള അനുഭവം എങ്ങനെയായിരുന്നു? തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് അഭിനയിച്ചില്ലേ? ഭാര്യയായിട്ട് അഭിനയിച്ചു. തിലകൻ ചേട്ടൻ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പോലും. എന്നെ എല്ലാവർക്കും തെറി കിട്ടും. ഡയലോഗ് പഠിക്കാത്തതിന് അല്ലെങ്കിൽ ആനിച്ചേട്ടന്റെ ട്രൂപ്പിൽ 11 വർഷം ഉണ്ടായി തിലകൻ ചേട്ടൻ. അവിടെ നിന്നാണ് ഈ PJ തിയേറ്റേഴ്സിലേക്ക് ആനിച്ചേട്ടൻ തിലകൻ ചേട്ടൻ വൈകുന്നേരം നാടകം കളിക്കാൻ. തിലകൻ ചേട്ടൻ, ശ്രീമൂലനഗര മോഹൻ, PJ ആന്റണി ഇവർ ഇരിക്കുന്ന ഒരു പടം നമ്മുടെ ഈ ശ്രീമൂലനഗര മോഹൻ എനിക്ക് അയച്ചു തന്നു എന്റെ വാട്സാപ്പിൽ. ഒരു അപൂർവ ചിത്രം കാണാൻ മതി. തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാല് ഈ PJ പോലെയൊക്കെ തന്നെയാണ്, കർക്കശക്കാരനാ. സമ്മതിക്കൂല നാടകം. ആനിച്ചേട്ടൻ ഇങ്ങനെ കളിയാക്കിയേ കാണിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതേ ടോണിൽ പുള്ളി കാണിക്കും. അപ്പൊ നമുക്ക് അതിന്റെ കുറവ് മനസ്സിലാവും. അതേസമയം തിലകൻ ചേട്ടൻ അങ്ങനെയല്ല. തിലകൻ ചേട്ടൻ ഇത്തിരി കർശനമായിട്ട് തന്നെ എന്തിട്ടടി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. ചില ആൾക്കാർക്ക് ഇടയ്ക്ക് തെറിയൊക്കെ വരും. അത്രയൊക്കെ ഉള്ളു തിലകൻ ചേട്ടൻ. പക്ഷെ ഞാൻ ഈ 5 നാടകം കളിക്കുക, 5 കൊല്ലം കളിച്ചിട്ടും പിന്നെ കലാശാല ബാബുചേട്ടൻ്റെ ഇവിടെ 2 വർഷം നിന്ന് അവിടെ അഭിനയിക്കുമ്പോഴും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാല് ഞാൻ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യും. ഈ തിലകൻ ചേട്ടനൊക്കെ പറയണെന്ന് പറഞ്ഞാല് അന്ന് ഒരാൾ പുറകിലേക്ക് പോകണത് ആർക്കും ഇഷ്ടമല്ല, ഒപ്പം നിൽക്കണതാണ് ഇഷ്ടം. അപ്പൊ അനുചരണൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ അഭിനയിക്കണം. ഇയാൾ പറഞ്ഞതിന്റെ മേലെ അയാൾ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകണം. മത്സരമാണ് അന്ന്. നാടകത്തിന് കാശ് കിട്ടുന്ന പ്രശ്നമൊന്നുമല്ല. നാടകം എങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും, കത്തിക്കാരണം. അപ്പോഴാണ് കയ്യടിയൊക്കെ വരുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തിലകനായിട്ട് എനിക്ക് നല്ല ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളൂ. ഷമ്മി ഉണ്ടായിരുന്നു ഈ കാളരാത്രി നാടകത്തില്. ഷമ്മി ചെറിയ കുട്ടിയായിട്ട് അങ്ങനെ. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ബഹുമാനം. ബഹുമാനം നമുക്ക് നിലനിർത്താം. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയിട്ട്. ഓക്കെ, അപ്പോ കുട്ടേട്ട ലെവൽ 3. നാടകഗാനം ആലപിച്ചില്ല. നാടകഗാനം ഏത് നാടകഗാനം? ഏത് പാട്ടാ പാടണ്ടേ? പറഞ്ഞോളൂ. നാടകത്തിലെ ഏത് പാട്ട് പാടാൻ? അച്ചാമുക്കുട്ടി സാത്താന്റെ അമ്മ നാടകം കളിച്ച് അമ്മ തന്നെയാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് പാടിയത്. അമ്മ തന്നെ പാടിയാൽ മതി എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് ആ സിറ്റുവേഷനിൽ അമ്മ തന്നെയാണ് പാടുന്നത് നാടകത്തില്. അതെന്താന്നറിയാമോ? ബാലചേട്ടനായിരുന്നു അതിന്റെ സംഗീതം. അപ്പൊ ഇത് ഈ അമ്മ പാടുന്നത്, ഈ മരുമോള് വന്നതിന്റെ സന്തോഷത്തിൽ മരുമോളുടെ ഒരു നൈറ്റ് എടുത്തിട്ടുണ്ട്. അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്ന് പാടുന്നതാണ്. സത്താന്റെ കുന്ത്രണ്ടത്താൽ തോട്ടപ്പടി അടച്ചേ ആദാമും ഹവ്വയും പുറത്തായി പേർപെട്ടും പിഴച്ചും കഴിയാനായി തമ്പുരാൻ പെണ്ണുങ്ങളെ വിധിച്ച് ആ 4 വരി മാത്രം. ബാലൻചേട്ടന്റെ അതിനൊരു തമാശ ഉണ്ടായി. എല്ലാം ഓർക്കസ്ട്രക്കാരും ഇരിക്കുകയാണ് സ്റ്റുഡിയോയിൽ. പിരമിഡ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ്. അപ്പൊ പൗളി അവിടെ വരെ മന്നോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 4 വരി പൗളിയാണ് പാടാനല്ല കേട്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സാബുവാണ് പാടുന്നത്. മറ്റേ നാടകപ്പാട്ട് അവനാ അന്ന് പാടുന്നത്. അങ്ങനെ ഞങ്ങള് അവിടെ സ്റ്റുഡിയോ ചെല്ലപ്പോ ഇവര് എല്ലാവരോടും പറഞ്ഞേക്കാം മദ്രാസിൽ നിന്നൊരു പാട്ടുകാരി വേണുണ്ട്, ഈ പാട്ടിന്റെ ആ വരി പാടുന്നത് അവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് എല്ലാവരോടും പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചെന്നപ്പോ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയേ.
മദ്രാസിൽ നിന്ന് വന്നെങ്കിൽ ഒരു 10-20 നാടകങ്ങൾ എന്റെ കണ്ടിട്ടുണ്ട് പിള്ളേരായിരിക്കണം. അങ്ങനെ വേഗം അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ സാബുവിനോട് സാബു പാട്ട് പറഞ്ഞു കൊടുക്കട്ടെ അവൾ ചേച്ചിക്കെന്ന് പറയും. അങ്ങനെ ബാലഞ്ചേട്ടൻ പറഞ്ഞിട്ട് സാബുവിന് എനിക്ക് ആ വരിയുടെ ട്യൂൺ പറഞ്ഞു തന്നെ. എന്നിട്ട് ഇത് പാട്ട് പാടി കഴിഞ്ഞപ്പോഴല്ലേ ആൾക്കാർ ഇവര് ചിരിക്കണെന്ന് പറഞ്ഞ് ഞങ്ങൾ മദ്രാസിൽ നിന്ന്. നല്ല കാര്യം. അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കട്ടോ. ഇനി മോണിറ്റർ ഒരു സ്റ്റിലൂടെ വരുന്നു. അപ്പോ ചോദ്യത്തിലേക്ക്. ചെറായിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇനി പറയുന്നവരിൽ ഏത് നവോത്ഥാന നായകന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമി. സഹോദരൻ അയ്യപ്പൻ. അവിടെ പോയിട്ടുണ്ടോ? ഈ വീട്ടില് പോയിട്ടുണ്ട്. പൂട്ടിക്കട്ടൻ. ഓപ്ഷൻ ബി. എനിക്ക് മനസ്സിലായി ആ വീട് കണ്ടപ്പോഴേ അവിടെ പോയിട്ടുണ്ടെന്ന് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ. 1,00,000 രൂപ, 100,000, 100,000 കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ആദർശ്, ഇനി പാട്ട് നമ്മൾ ബാക്കി വയ്ക്കുന്നില്ല. ആദർശിന്റെ ഒരു പാട്ട് അവിടെ മൈക്ക് എടുത്ത് വെച്ച് പാടും. പുത്രനൊരു പാട്ട് പാടും, അവൻ 4 പാടും. അവന്റെ ഓക്കെ, ആയിക്കോട്ടെ. അവൻ ആ ഓണപ്പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവനൊരു പാട്ട് പാടുന്നൊരു ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, അവന്റെ ആഗ്രഹം നടക്കണം. മാനം വളർത്തുന്ന പാടാം. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാലയിൽ മാലയും കൊണ്ടുവാ, കാക്കപ്പൂ തുമ്പപ്പൂ കാവടി പൂന്നുള്ളി മുന്നൂല പൂക്കളം കൂടിവാ. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാലയും മാലയും കൊണ്ടുവാ, കാക്കപ്പൂ തുമ്പപ്പൂ കാവടി പൂന്നുള്ളിൽ പൊന്നൂല പൂക്കളം കൂടിവാ. പൊന്നീരപ്പട്ടുടുത്ത്. സൂപ്പർ. അപ്പൊ നന്നായി അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. മോണിറ്റർ പ്ലീസ്. അപ്പൊ ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഒരു പാട്ട് തന്നെ ആയിക്കട്ടെ. പ്ലേ. അപ്പൊ ഇനി ചോദ്യത്തിലേക്ക്. സുഖവാസം എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ച പ്രശസ്ത നടൻ ആരാണ്? ഓപ്ഷൻ എ മുകേഷ്, ഓപ്ഷൻ ബി അശോകൻ, ഓപ്ഷൻ സി ജഗദീഷ്, ഓപ്ഷൻ ഡി മോഹൻലാൽ. ഒന്നുകൂടെ കേൾക്കണോ? 2,00,000 രൂപയുടെ ചോദ്യമാണ്. തൊട്ടാൽ കറണ്ടടിയും. ഇവരെല്ലാ നടന്മാരെയും നേരിട്ട് അറിയാലോ. മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചോ? ഒന്നിച്ചില്ല. ദൃശ്യം 2 അഭിനയിച്ചു. ദൃശ്യം 2 പിന്നെ മരുമോളുടെ അടുത്ത് എന്നിട്ട് തിരിച്ചു വരുമ്പോ മോഹൻ അവിടെ നിപ്പുണ്ടാവും. അങ്ങനെ ക്ഷമ വേണം, സമയം എടുക്കും. അതാ കളി. പക്ഷേ തമ്മി അറിയാമല്ലേ? അറിയാം. സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. വേണമെങ്കിൽ പിടിവള്ളി എടുക്കാം. എടുക്കാല്ലേ? ശബ്ദം. അപ്പൊ ആരുടെ പിടിവള്ളി? എവരുടെ പിടിവള്ളി? ഗായകന്മാരിക്കല്ലേ? ശബ്ദം. ജഗദീഷ് അല്ല, മോഹൻലാൽ അല്ല, അശോകൻ. അശോകനാണെന്ന്, അശോകനോ മുകേഷോ ആണെന്നുള്ളതാണ്. അപ്പൊ അശോകനാണെന്നാണ് എനിക്കിത് ശബ്ദം കേട്ടിട്ട് തോന്നുന്നു. ഇത്ര നന്നായിട്ട് പാടുന്ന ആള് അശോകനാ. ഓക്കെ, ഓപ്ഷൻ ബി അശോകൻ. കൂട്ടിയ കേട്ടോ? അതെന്താ പൊളിച്ചെടുത്തി അങ്ങനെ പറഞ്ഞു? ഓപ്ഷൻ ബി അശോകൻ ലോക്ക്ഡ്. കൂട്ടി. ആദർശ് ജീവിതത്തിൽ ഒരു ആക്റ്റീവ് പരീക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ഒരു ഗായകൻ കൂടി ആയതുകൊണ്ട് ഈ പാടിയ നടന് ഒരു ടെൻഷൻ ആവും. ഓപ്ഷൻ ബി അശോകൻ. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാകുന്നു. ഉത്തരം ശരിയാണ്. അശോകൻ തന്നെയാണ്. അശോകനാണ്. നന്നായി പാടും. 2,00,000 രൂപ കിട്ടി. ഇനിയിപ്പോ നമ്മള് 3,00,000 പോവാണ്. 3 lakhs. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടോ. ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര ദിവസത്തിന് താഴെ ഇന്ത്യയിൽ ചിലവഴിച്ചാണ് ഒരു ഇന്ത്യൻ പൗരനെ നോൺ റെസിഡന്റ് ഇന്ത്യൻ NRI ആയി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 365, ഓപ്ഷൻ ബി 244, ഓപ്ഷൻ സി 182, ഓപ്ഷൻ ഡി 198. NRI ആയിട്ടുണ്ടോ? വർഷത്തിൽ എത്ര ദിവസം താഴെ ഇന്ത്യയിൽ ചെലവഴിച്ചാലാണ്? അതായത് ഒരു പൗരൻ ഇന്ത്യയിൽ എത്ര ദിവസം ചെലവഴിച്ചാൽ അയാള് NRI അല്ലാതാകും, NRI ആകും.
അതറിയാമെങ്കിൽ ഈ ചോദ്യം ഉത്തരം പറയാൻ പറ്റും. അറിഞ്ഞൂടാ. ഇല്ല, ഒരു പിടിവള്ളി ബാക്കിയുണ്ട്. ഏത് പിടിവള്ളി? നമ്മുടെ കുട്ടേട്ടന്റെ. പക്ഷേ 3 എണ്ണം ഉണ്ട്, പറയും 3 ഉത്തരം പറയും. ഇനിയിപ്പോ 3 ലക്ഷമൊക്കെ ആയ പുള്ളിക്ക് ടെൻഷനാ കുട്ടേട്ടന്. തരാൻ മടിയാണോ? തരാൻ മടി. ഇവിടെ നിന്നുള്ള കീശ എന്നുള്ള പൈസയല്ലേ പോകുന്നത്. എടുക്കുമ്പോ ഒരു വാദം കൊച്ചുവല്ലേ. അതെ. കുട്ടേട്ടാ, എന്താണ് പൗളി ചേച്ചി? കുട്ടേട്ടാ, എന്നെ ഒന്ന് സഹായിക്കൂട്ടേട്ടാ. തീർച്ചയായും സഹായിക്കാം. കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. ബി 244, സി 182, ഡി 198. അപ്പൊ എന്താ ചെയ്യാ? നമ്മള് 244, 182, 198. അപ്പൊ ഇനി കമ്പോള നിലവാരം പറയാം. 3 ലക്ഷം രൂപ വിജയിച്ചാൽ, തെറ്റിയാൽ 20,000 രൂപ കൈ കിട്ടും. ഓച്ചന്തുരുത്തി പോയാലും മനസ്സമാധാനം കിട്ടത്തില്ല. എന്നാൽ പിൻവാങ്ങിയാൽ 1 ലക്ഷം രൂപ കൈ കിട്ടും. അപ്പൊ 1 ലക്ഷം രൂപയുണ്ട്, 20,000 ഉണ്ട്, 3 ലക്ഷം ഉണ്ട്. ഏത് വേണമെങ്കിലും. നാളെയാണ്. 1 ലക്ഷം മതിയോ? അപ്പൊ താങ്കൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോ പ്രശസ്ത നാടക സിനിമാ താരം അല്ലേ, അഭിനേത്രി പൗളി വത്സൻ ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പോ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഇനി വേണമെങ്കിൽ ഉത്തരം പറഞ്ഞോളൂ. 182. കറക്റ്റ് ആയിരുന്നു. അയ്യോ, 182 കറക്റ്റ് ആയിരുന്നു. ഒരു സംശയം തോന്നിയായിരുന്നു അല്ലേ? വീട്ടിൽ നിന്ന് ആരെങ്കിലും NRI ഉണ്ടോ? ഒന്നുമില്ല, ഒരു NRO ഉണ്ട്, ഓച്ചന്തുരുത്തുകാരല്ലേ? ഓക്കെ, നോൺ റെസിഡന്റ് ഓച്ചന്തുരുത്ത്. അപ്പോ ഡബിങ്ങിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോ? ആർക്ക് ഡബ് ചെയ്തപ്പോഴാ കിട്ടിയത്? ദേവി വർമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചി ആദ്യമായിട്ട് അഭിനയിച്ചതാ. അവർക്ക് സൗദി വെള്ളക്ക സിനിമയില്ലേ? കൊച്ചി ഭാഷ ഇണങ്ങണ്ടായില്ല, കൊച്ചി ഭാഷ പറയാൻ പറ്റണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പോയി. ഈ കൊച്ചി ഭാഷയുടെ ഒരു പ്രത്യേകത എങ്ങനെ? അതിന്റെ കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാല് അതങ്ങനെ ഒരു നമ്മുടെ ഒരു വീട്ടുഭാഷ ഉണ്ടല്ലോ. അതെങ്ങനെയാ സംഭവം? ഏതെങ്കിലും ഡബ് ചെയ്തൊരു പോർഷൻ പറഞ്ഞാൽ മതി. അല്ല, അതിന്റെ അകത്ത് ഡബ് ചെയ്തൊന്നും എന്റെ ഇതിൽ ഓർമ്മയിൽ കിട്ടില്ല. സൗകര്യമുള്ള ഒരു ഡയലോഗ് പറഞ്ഞു. സാറിന്റെ ഈ പരിപാടി കൊള്ളൂല്ലട്ടാ, ആളെ പറ്റിക്കണ പരിപാടിയാണ്. എന്ന് പറഞ്ഞാല് 1 ലക്ഷം 2 ലക്ഷം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 1 ലക്ഷം ഉള്ളത് അതെന്ത് മര്യാദയാണ്? ഇങ്ങനെയാണോ പരിപാടി നടത്തുന്നത്? കൊറേ നാളെ ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. സാറ് ശരിയല്ലട്ടാ, ആള് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. വേറൊന്നും തന്നിരിക്കുന്നു. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. കുറച്ച് പടം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതോടെ പടം കൂടും. ജാതകം മാറും. പടങ്ങൾ ഒരുപാട് കൂടിയാൽ പ്രശ്നമാവും, ബുദ്ധിമുട്ടാവൂ? ഇല്ല. അപ്പൊ എന്റെ ചേട്ടത്തി വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, സംസാരിച്ചു നന്നായിട്ട്. അപ്പം താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി താട്ട് പോയാലോ? കുട്ടേട്ടാ, ഒന്ന് താട്ട് ഇറക്ക്. ലെവൽ 1. പഠിച്ചെടുത്തി വരൂ. നമ്മളപ്പോ ആ പൈസ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ബാങ്ക് വഴി, എല്ലാം ബാങ്ക് വഴി. ഇത് നമ്മളൊരു സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെക്കണം. ആ സംസ്ഥാന പുരസ്കാരത്തിന്റെ കൂടെ ഇതും കൂടി ഇരിക്കട്ടെ. ഓക്കെ, റെഡി. അപ്പൊ സന്തോഷം. ആരോഗ്യത്തോടെ ഇരിക്കുക, ഒരുപാട് പടങ്ങൾ അഭിനയിക്കുക, അതെല്ലാം നാട്ടുകാർ കാണുക. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതുവഴി പോയാൽ നമുക്ക് ഓച്ചന്തുരുത്തിൽ ഇറങ്ങാം. ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയാൽ ഓക്കെ. നാടകത്തിന്റെ തട്ടകത്തിൽ നിന്ന് വരുന്ന താരങ്ങളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അറിയാം, മണ്ണിൽ കാലൂന്നി നിൽക്കുന്ന ആ കഥാപാത്രങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും നാടകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഒരു യഥാതഥമായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് വന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തായാലും പൗളി വത്സൻ അങ്ങനെ ഒരാളാണ്. ഗുഡ് ബൈ.